നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോർഷൻ, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്, ഡിഫ്ലക്ഷൻ, കോളംസ്, പിന്നെ തിൻ സിലിണ്ടർ. ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A hollow circular shaft has inner diameter of 90 mm and a thickness of 25 mm. The shaft is subjected to a torque of 12 kN/meter. If the modulus of rigidity of the material of the shaft is 80 GPa, the shear stress at the inner curved face of the shaft is. Okay, options 17.26 MPa, 26.85 MPa, 35.52 MPa, 53.7 MPa. ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടോർഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടോർഷൻ. ഇപ്പൊ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ, കൺസിഡർ എ സോളിഡ് ബോഡി, മേ ബി ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു റോഡ് അസ്യൂം ചെയ്യാം. ഒരു സർക്കുലർ റോഡ്. ഇതിനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെന്ന്, ഈ പെന്നിനെ ട്വിസ്റ്റ് ചെയ്യുക, അതിനെ പിടിച്ച് തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുണിയൊക്കെ അലക്കി പിഴിയുന്ന പോലെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നതിനാണ് ടോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഏജന്റ് ഏതാണോ, ഞാൻ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതാണോ, അതിനാണ് ഞാൻ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക്. ഇനി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ പെന്നിനെ ബെൻഡ് ചെയ്യാൻ പറഞ്ഞു, അതിനെ വളയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് സൈഡും പിടിച്ച് ഇങ്ങോട്ട് വളയ്ക്കും, അല്ലെങ്കിൽ മുകളിലേക്ക് വളയ്ക്കും, അല്ലെ? അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ്. ഈ ടോർക്കിന് വേറൊരു പേരും കൂടി ഉണ്ട്, ടോർഷണൽ മൊമെന്റ് എന്നും പറയും. ടോർഷണൽ മൊമെന്റ്. ഇപ്പൊ മൊമെന്റ് എന്ന ഈ രണ്ട് കേസിലും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താ? നിങ്ങൾ വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും അവിടെ ഒരു റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്, അല്ലെ? റൊട്ടേഷൻ സംഭവിക്കണം. അപ്പൊ ഞാൻ ഇതിനെ പിടിച്ച് വളയ്ക്കണമെങ്കിൽ ഈ രണ്ട് സൈഡും പിടിച്ച് താഴേക്കോ മുകളിലേക്കോ പിടിച്ച് വളയ്ക്കും. അങ്ങനെ വളയ്ക്കുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ, ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഈ സർക്കുലർ ക്രോസ് സെക്ഷനിലെ 3 ആക്സിസുകൾ ഞാൻ വരയ്ക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, പിന്നെ പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ്, അതായത് ഈ ഒരു ആക്സിസ്. ഓക്കെ, അപ്പൊ ഞാനിതിനെ XX ആക്സിസ് എന്ന് പറയാണ്, YY ആക്സിസ് എന്ന് പറയാണ്, ഇത് Z ആക്സിസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് എന്ത്? Z ആക്സിസ്. ഞാനിങ്ങനെ താഴേക്ക് വളയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ ഇതാണ് ക്രോസ് സെക്ഷൻ, ഇവിടെയാണ് നിങ്ങളുടെ XX ആക്സിസ് നിൽക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ മൊത്തത്തിൽ താഴേക്ക് വളയാണ് ചെയ്യുന്നത്, അല്ലെ? ക്രോസ് സെക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് താഴേക്ക് വളയാണ് ചെയ്യുന്നത്. അപ്പോഴും ആ XX ആക്സിസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അതായത് ദിസ് ക്രോസ് സെക്ഷൻ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു XX ആക്സിസ്, അല്ലെ? അതുകൊണ്ട് അതിനെ ബെൻഡിങ് എന്നാണ് പറയാം. ബെൻഡിങ്, അതായത് നിങ്ങൾ വളയ്ക്കുന്ന സമയത്ത് അവിടെ ആ ക്രോസ് സെക്ഷൻ ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഇങ്ങനെ ടിൽറ്റ് ആവുന്നു. ആ ആക്സിസിൽ അത് നമ്മൾ ബെൻഡ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ഇനി ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് XX ആക്സിസ്. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ ക്രോസ് സെക്ഷൻ കിടന്ന് തിരിയാണ് ചെയ്യുന്നത്, അല്ലെ? അത് തിരിയാണ്. തിരിയുന്ന സമയത്ത് ഈ XX ആക്സിസും അതിനോടൊപ്പം തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ YY ആക്സിസും അതിനോടൊപ്പം തിരിയുന്നുണ്ട്. പക്ഷെ ZZ ആക്സിസ് നോക്കൂ, Z ആക്സിസ് നോക്കൂ, ഇതാണ് Z ആക്സിസ്. ഈ Z ആക്സിസ് പക്ഷെ തിരിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ Z ആക്സിസ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രോസ് സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. അപ്പൊ ഒരു ക്ലോക്കിലെ സൂചികൾ തിരിയുന്ന പോലെ തിരിയാണ് ചെയ്യുന്നത്. ആ സൂചിക്ക് ഒരു ആക്സിസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കിടന്ന് കറങ്ങാണ് ചെയ്യുന്നത്, അല്ലെ? ഇതാണ് ടോർക്കും മൊമെന്റും തമ്മിലുള്ള, ബെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷനെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഏജന്റ് ഏതാണോ അതാണ് ടോർക്ക്. ഒരു ക്രോസ് സെക്ഷനെ ആ ക്രോസ് സെക്ഷനിൽ തന്നെ കിടക്കുന്ന ആക്സിസുകൾ അതില് ബേസ് ചെയ്തുകൊണ്ട് തിരിക്കുന്നത് ആരാണോ അതാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെൻഡിങ്ങും ടോർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുണ്ടാവും. ഇനി ടോർക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ബെൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ് ആണ്, അതിനെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് എന്നാണ് പറയാ. ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഷിയറും നോർമൽ സ്ട്രെസ്സും നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമുല ആണല്ലോ, ആ ഫോർമുല ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്.
എന്നാലും തൽക്കാലം ഞാൻ ഇതിന്റെ ആൻസർ കാണിക്കാം. എ ആണ് ഇതിന്റെ ആൻസർ വരിക 17.26. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ടോർഷൻ ഫോർമുല എന്നുള്ള ഫോർമുലയാണ് നമുക്കിവിടെ അറിയേണ്ടത്. ടോർഷൻ ഫോർമുല. ഓക്കെ, ഒരു ഷാഫ്റ്റ് എന്നുള്ളതിന്റെ ബേസിക് ഡീറ്റെയിൽഡ് ഡെഫിനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല തൽക്കാലം. ഷാഫ്റ്റ് തൽക്കാലത്തേക്ക് നിങ്ങളൊരു സിലിണ്ടറിക്കൽ റോഡായിട്ട് അസ്യൂം ചെയ്യാം. ഷാഫ്റ്റ് എന്നുള്ളത് ഒരു ലോങ് സിലിണ്ടറിക്കൽ റോഡായിട്ട് അസ്യൂം ചെയ്യാം. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ പിടിച്ച് ട്വിസ്റ്റ് ചെയ്തു, ഒരു ടോർക്ക് അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്യുന്ന ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ടി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സെന്റർ. ഓക്കെ, ദിസ് ഇസ് ദ സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഒരു സർട്ടൻ റേഡിയൽ ഡിസ്റ്റൻസ് ആർ, അവിടെ ഞാനൊരു കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുകയാണ്. ഒരു കോൺസെൻട്രിക് സർക്കിൾ ഇമാജിൻ ചെയ്യുക. കൺസിഡർ എ കോൺസെൻട്രിക് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ക്രോസ് സെക്ഷനിൽ, ഈ ആർ റേഡിയസിലുള്ള ഈ സർക്കുലർ ക്രോസ് സെക്ഷനിൽ ഒരു സർട്ടൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അല്ലെ, ആ ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ അവിടെ ഉണ്ട്. ഈ മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കാണാനുള്ള ഫോർമുലയാണ് നമുക്ക് ടോർഷൻ ഫോർമുലയിൽ കിട്ടുന്നത്. ഓക്കെ, അതായത് ഷാഫ്റ്റിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ സെന്ററിൽ നിന്ന് ഒരു സർട്ടൻ റേഡിയൽ ഡിസ്റ്റൻസിലുള്ള ഒരു ലെയർ, ആ ഷാഫ്റ്റിന്റെ മെറ്റീരിയലിൽ എത്ര ഷിയർ സ്ട്രെസ് ഞാൻ അപ്ലൈ ചെയ്ത ഈ ടോർക്ക് കാരണം ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫോർമുല ടി ബൈ ജെ ഈക്വൽസ് ടോ ബൈ ആർ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ. ഇതാണ് ഫോർമുല. ടി ബൈ ജെ ഈക്വൽസ് ടോ ബൈ ആർ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ. അപ്പോൾ നമുക്ക് പുതിയൊരു ടേം വന്നു, ജെ എന്താണുള്ളത്. ടി ഓൾറെഡി നമ്മൾ കണ്ടു, ടോ കണ്ടു, ആർ കണ്ടു. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി. സോ വാട്ട് ഈസ് മീൻ ബൈ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ? സാധാരണ മൊമെന്റ് ഓഫ് ഇനർഷ്യയും പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയും തമ്മിൽ എന്താ വ്യത്യാസം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ക്രോസ് സെക്ഷൻ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ. അതായത് ഇതാണ് ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. ഈ ക്രോസ് സെക്ഷനിൽ ഈ ഒരു ആക്സിസിൽ, ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്ത്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഒരു സർക്കുലർ ക്രോസ് സെക്ഷന് ശ്രദ്ധിക്കുക, സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രൂ ഔട്ട് മെറ്റീരിയൽ ഉണ്ട്. ഒരു സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാൽ പൈ ബൈ 32 ഡി റേസ് ടു 4 ആയിരിക്കും. ജെ ഈസ് ഇക്വൽ ടു പൈ ബൈ 32 ഡി ടു ദ പവർ 4, വെർ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സെക്ഷൻ. ഇതേപോലെ തന്നെ ഒരു ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് പൈ ബൈ 32 ഔട്ടർ ടു ദ പവർ 4 മൈനസ് ഇന്നർ ഡയമീറ്റർ ടു ദ പവർ 4. ഓക്കെ, ഒരു ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ, അതായത് സെന്ററിൽ മെറ്റീരിയൽ ഇല്ല, ഇത്രയും ഭാഗത്ത് മാത്രമേ മെറ്റീരിയൽ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഔട്ടർ ഡയമീറ്റർ ആണെന്ത്? ഡി ഒ, ഇന്നർ ഡയമീറ്റർ ആണ് ഡി ഐ എങ്കിൽ പൈ ബൈ 32 ഡി ഒ ടു ദ പവർ 4 മൈനസ് ഡി ഐ ടു ദ പവർ 4. ഇതാണ് ഒരു ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോർമുലയിൽ ആദ്യത്തെ 2 ടേംസും കിട്ടി, സെക്കൻഡ് സെക്ഷനിലുള്ള 2 ടേംസും കിട്ടി. ഇനി മൂന്നാമത്തെ ഇതിൽ ജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ജി ഈസ് ദ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്നും അതിനെ പറയും അല്ലെ, ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഞാൻ ആ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു റേഡിയസ്, ആ ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് അസ്യൂം ചെയ്യാം, ഒ എ എന്ന് പറയുന്ന റേഡിയസ്. ഞാൻ എങ്ങോട്ടാണോ അതിനെ പിടിച്ച് ട്വിസ്റ്റ് ചെയ്തത് ആ ഡയറക്ഷനിലേക്ക് ആ റേഡിയസ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. സെന്ററിനെ ബേസ് ചെയ്തുകൊണ്ട് എ ഡാഷ് എന്ന് പറയുന്ന ഒരു പുതിയ പൊസിഷനിലേക്ക് ആ ഒരു റേഡിയസ് ടിൽറ്റ് ആവും. എത്ര ആംഗിൾ ആണ് അങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്തത്? ദാറ്റ് ഈസ് കോൾഡ് തീറ്റ, വേർ തീറ്റ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നാണ് ഞാൻ പറയാം. ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. തീറ്റ ഈസ് കോൾഡ് വാട്ട്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഓരോ റേഡിയൽ എലമെന്റുകളും, ആ ക്രോസ് സെക്ഷനിലുള്ള ഓരോ റേഡിയൽ എലമെന്റുകളും ഞാൻ അപ്ലൈ ചെയ്ത ടോർക്കിന്റെ ഡയറക്ഷനിൽ എത്ര കണ്ട് ടിൽറ്റ് ആവുന്നുണ്ട്, എത്ര ആംഗുലർ മൂവ്മെന്റ് അതിന് സംഭവിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി അത് ഷാഫ്റ്റിന്റെ ലെങ്ത് ആയിരിക്കും. ഷാഫ്റ്റിന്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടേംസുകളും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ഹാസ് ഇന്നർ ഡയമീറ്റർ 90 mm
ആൻഡ് തിക്നെസ് ഓഫ് 25 mm. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 90 mm. അതിൻ്റെ തിക്നെസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ദറ്റ് ഈസ് 25 mm. The shaft is subjected to a torque of 12 kN. Torque T is equal to 12 kN ആണ്. ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് ടോർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ടോർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇവിടെ നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിൽ തന്നിരിക്കുന്നു എന്ന് മാത്രം. മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 80 ജിഗാ പാസ്കൽ. ജിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് 10 to the power 9. 10 to the power 9 ആണ് ജിഗ. ഷിയർ സ്ട്രെസ് അറ്റ് ദ ഇന്നർ കർവ്ഡ് ഫേസ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, നമുക്ക് ഈ ഡാറ്റ ഇതിലേക്ക് കൊടുക്കാം. അതായത് ഇതാണ് നിങ്ങളുടെ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ. ഇതൊരു ഹോളോ ഷാഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ടർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്റർ ഈസ് 90 mm. ഇതിന്റെ പക്ഷെ തിക്നെസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 25 mm. 25 mm. അപ്പൊ നമുക്ക് ഇന്നർ ഡയമീറ്റർ കണ്ടുപിടിച്ചൂടെ? ഇന്നർ ഡയമീറ്റർ എന്തായിരിക്കും? ഇന്നർ ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഔട്ടർ ഡയമീറ്റർ നമുക്കറിയില്ല. ദിസ് ഈസ് 90 mm. ഔട്ടർ ഡയമീറ്റർ അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ ഈസി ആയിട്ട്? ഔട്ടർ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ? 90 + 25, അതുപോലെ തന്നെ ഇങ്ങോട്ടും ഒരു 25 ഉണ്ട് അല്ലേ? 25 mm തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ 90 + 25 + 25 വിച്ച് ഇസ് ഈക്വൽ ടു 130 mm ആണ് അതിൻ്റെ എന്തായിട്ട് വരിക? 140 mm. 140 mm. 90 + 50 140 mm ആണ് അതിൻ്റെ തിക്നെസ്, ഔട്ടർ ഡയമീറ്റർ ആയിട്ട്. അപ്പം നമുക്ക് ഔട്ടർ ഡയമീറ്റർ കിട്ടി, ഇന്നർ ഡയമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജെ കണ്ടുപിടിച്ചൂടെ? ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അതായത് π/32 DO⁴ - DI⁴. ഇതാണെന്ത്? ജെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു π/32 140⁴ - 90⁴. ഇത് നിങ്ങൾക്ക് ഈ ചില ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രശ്നം ഇതാണ്. അതായത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട ചില കാൽക്കുലേഷൻ പോലെ വരും. അപ്പോൾ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ വളരെ സമയമെടുക്കുന്ന കാൽക്കുലേഷൻ ആണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ ബെറ്റർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റിലേക്ക് വെക്കുന്നതാണ്. കുറച്ച് ഭാഗം നിങ്ങൾ ഇതുവരെ സോൾവ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ അവസാനത്തേക്ക് വീണ്ടും വന്ന് സമയമുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിസ്സായി പോകും. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരുപാട് സമയം കളയരുത്. സോ ദിസ് ഈസ് ഈക്വൽ ടു π/32 ഇൻറ്റു, ഇതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്, 140² ഹോൾ സ്ക്വയർ മൈനസ് 90² എഴുതി കൂടെ. ഇത് a² - b² എന്നുള്ള ഫോർമുല. therefore π/32 ഇൻറ്റു 140² പ്ലസ് 90², 140² പ്ലസ് 90² ഇൻറ്റു 140² മൈനസ് 90². അങ്ങനെ ഇത് കൂടെ a² - b² എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു a - b. അതിൽ a എന്ന് പറയുന്നത് 140² ആണ്, b എന്ന് പറയുന്നത് 90² ആണ്. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് എനിക്ക് 10² കോമൺ ആക്കി എഴുതാം അല്ലേ? അപ്പോൾ 10⁴ എന്ന് വരും. അതായത് π/32 ഇൻറ്റു, അതായത് ഇവിടെ നിന്ന് ഒരു 10² കോമൺ ആക്കി വരും, അടുത്ത ബ്രാക്കറ്റിൽ നിന്ന് ഒരു 10² കോമൺ ആക്കി വന്നു കഴിഞ്ഞാൽ ഇത് 14² പ്ലസ് 9² ഇൻറ്റു 14² മൈനസ് 9² എന്നുള്ള ഫോമിലേക്ക് വരും. സോ ദിസ് ഇസ് π/32 ഇൻറ്റു 10⁴ ഇൻറ്റു 14² എന്ന് വെച്ചാൽ 256 പ്ലസ് 81 ഇൻറ്റു 256 മൈനസ് 81 എന്നുള്ള ഫോമിലേക്ക് വരും. വിച്ച് ഈസ് അറൗണ്ട് 337 ഇൻറ്റു 175 ആണ് ഏകദേശം വരും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജെ ഈസ് ഈക്വൽ ടു π/32 ഇൻറ്റു 10⁴ ഇൻറ്റു 337 ഇൻറ്റു 175 എന്നുള്ള ഫോമിലേക്ക് മാറും. ഇങ്ങനെയായിട്ട് മാറും. ഇനി നമ്മുടെ ഫോർമുല എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ ഷിയർ സ്ട്രെസ് അറ്റ് ദ ഇന്നർ കർവ്ഡ് ഫേസ്, അതായത് ഈ റേഡിയൽ ഡിസ്റ്റൻസിലുള്ള ഷിയർ സ്ട്രെസ് കാണാനാണ്. ഇന്നർ കർവ്ഡ് ഫേസിന്റെ റേഡിയൽ ഡിസ്റ്റൻസിലുള്ള, അത് ഈ ഫേസിന്റെ ഈ റേഡിയൽ ഡിസ്റ്റൻസിലെ ഷിയർ സ്ട്രെസ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസിന്റെ ജനറൽ ഫോർമുല എന്താ? ടോ ഇസ് ഈക്വൽ ടു T/J ഈക്വൽസ് τ/r. ഞാൻ ഏത് റേഡിയൽ ഡിസ്റ്റൻസിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ റേഡിയൽ ഡിസ്റ്റൻസിലെ ഷിയർ സ്ട്രെസ് ആയിരിക്കും എനിക്ക് കിട്ടുക.
അപ്പോൾ ഞാൻ ഇന്നർ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇന്നർ റേഡിയൽ ഡിസ്റ്റൻസിലെ ഷിയർ സ്ട്രെസ് ആയിരിക്കും എനിക്ക് കിട്ടുക. Therefore tau I is equal to T into Ri by J. That is equal to. ഇനി ശ്രദ്ധിക്കേണ്ടത് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിനെ ന്യൂട്ടൺ മീറ്ററിലേക്കോ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്കോ മാറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ മെഗാ പാസ്കലിലാണ്. എപ്പോഴാണോ നിങ്ങളുടെ ആൻസർ മെഗാ പാസ്കലിലുള്ളത്, മെഗാ പാസ്കലിലാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾ ഫോഴ്സുകളെല്ലാം ന്യൂട്ടണിലേക്കും ഡയമെൻഷൻസ് ലെങ്ത്തുകളെല്ലാം മില്ലിമീറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഏരിയ ആണെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ, വോളിയം ആണെങ്കിൽ മില്ലിമീറ്റർ ക്യൂബ്, ലെങ്ത് ആണെങ്കിൽ മില്ലിമീറ്റർ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ മെഗാ പാസ്കലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. കാരണം ഫോഴ്സ് ന്യൂട്ടണിലും ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു കിലോ ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ന്യൂട്ടൺ ആണ്. ഒരു മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഒരു കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിരിക്കും. 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ 12 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു 10⁶ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 10⁶ ഇൻറ്റു ഇന്നർ റേഡിയൽ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? ഇന്നർ റേഡിയസ്, ഇന്നർ ഡയമീറ്റർ 90 ആണ്, ഇന്നർ റേഡിയസ് വിൽ ബി 45. അത് മില്ലിമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജെ എന്നുള്ളത് π/32 ഇൻറ്റു 10⁴ ഇൻറ്റു 337 ഇൻറ്റു 175. അപ്പോൾ ഇത് ഒക്കെ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടി വരും, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. ചെറിയ ഒരു അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ഏകദേശം ആൻസർ കിട്ടുള്ളൂ. 17.26 എന്നുള്ള ആൻസർ ആണ് അവിടെ ഫൈനലി വരിക. അപ്പോൾ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിന്റെ ആക്സിസിൽ പിടിച്ച് തിരിക്കുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന, ട്വിസ്റ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞു. ആ ടോർക്ക് കാരണം ഒരു ഷാഫ്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഷിയർ സ്ട്രെസ് ആണ്. ആ ഷിയർ സ്ട്രെസ് ഒരു സെർട്ടൺ റേഡിയൽ ഡിസ്റ്റൻസിലുള്ള ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണെന്ത്? ഈ പറഞ്ഞ ടോർഷൻ ഫോർമുല T/J ഈക്വൽസ് τ/r ഈക്വൽസ് g⁻L എന്ന് പറയുന്ന ഫോർമുല. ഇതിൽ നമുക്ക് ഈ ലാസ്റ്റ് ടേമിൽ ഒരു ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ആദ്യത്തെ 2 ടേം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് റേഡിയൽ ഡിസ്റ്റൻസ് ആണോ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്, ആ റേഡിയൽ ഡിസ്റ്റൻസിലെ ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് കിട്ടുക. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കുക, T/J ഈക്വൽസ് τ/r എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ τ is equal to T into R/J എന്ന് നമുക്ക് എഴുതാം. ഇതിൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് എന്നുള്ള ഒരു അഡീഷണൽ പോയിന്റ് നമുക്ക് കിട്ടുന്നു. അതായത് സെൻട്രൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഷിയർ സ്ട്രെസ് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ വേരിയേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷനിൽ ഷിയർ സ്ട്രെസിന്റെ വേരിയേഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കണം? ഷാഫ്റ്റിന്റെ സെന്ററിൽ 0 ആയിരിക്കും, മാക്സിമം ഡിസ്റ്റൻസിൽ മാക്സിമം വാല്യൂ ആയിരിക്കും, അതായത് ഇവിടെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വരിക. ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദിസ് ഈസ് ടോ മാക്സ്, സെൻറ്ററിൽ 0. ഓക്കെ, അപ്പോൾ എവിടെയാണോ റേഡിയസ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിന്റെ ഔട്ടർ റേഡിയസ് ആയിട്ട് മാറുന്നത്, ഓക്കെ, ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ എപ്പോഴാണോ സ്മോൾ ആർ ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, ആ സമയത്ത് നമ്മുടെ ടോ എന്തായിട്ട് മാറുന്നു? ടോ മാക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോ മാക്സ് എങ്ങനെ എഴുതാം? ടോ മാക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ക്യാപിറ്റൽ R/J എന്ന് എഴുതി കൂടെ? ടി ഇൻറ്റു ക്യാപിറ്റൽ R/J എന്ന് എഴുതാം. ആ സ്മോൾ ആറിന് പകരം എന്ത് കൊടുത്താൽ മതി? ഔട്ടർ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ R/J എന്ന് പറയുന്ന ടേമും ശ്രദ്ധിക്കൂ. ഈ J എന്ന് പറയുന്നത് ഒരു സോളിഡ് ഷാഫ്റ്റിനെ സംബന്ധിച്ച് എന്താണ്? π/32 d⁴ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ J എന്ന് പറയുന്ന ആള് ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മുകളിലും റേഡിയസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷനിൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോപ്പർട്ടി, സിംഗിൾ ഡയമെൻഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു റേഷ്യോ ആണ് R/J എന്ന് പറയുന്നത്. അതിന്റെ റെസിപ്രോക്കൽ, അതായത് J/R ഈസ് കോൾഡ് പോളാർ സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ്, പോളാർ സെക്ഷൻ മോഡുലസ് എന്നാണ് പറയാം. അപ്പോൾ ഒരു സോളിഡ് ഷാഫ്റ്റിന്റെ പോളാർ സെക്ഷൻ മോഡുലസ് ZP എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. പോളാർ സെക്ഷൻ മോഡുലസ് ഫോർ എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ഗിവൺ ബൈ ജെയുടെ വാല്യൂ എന്നാണ് π/32 d⁴ ഡിവൈഡഡ് ബൈ
r എന്ന് പകരം ഞാൻ d/2 എന്നിട്ടൂടെ. therefore this is equal to pi/16 d cube എന്നുള്ള ഒരു വാല്യൂ. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒന്നുകൂടെയാണ്. സോളിഡ് ഷാഫ്റ്റിന്റെ പോളാർ സെക്ഷൻ മോഡുലസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? pi/16 d cube ആണ്. മാത്രമല്ല ഷിയർ സ്ട്രെസ്, ടോർഷൻ കാരണമുള്ള ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ലീനിയർ ആയിട്ടാണ് വാരി ചെയ്യുന്നത്, ലൈൻ ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ എവിടെയാണത് മാക്സിമം വരുന്നത്? ഏറ്റവും ഔട്ടർ സർഫസിലായിരിക്കും അത് മാക്സിമം. സെന്ററിൽ അതിന്റെ വാല്യൂ എത്രയാണ്? അത് 0 ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ടോർഷൻ എന്ന് പറയുന്ന ഭാഗമായിട്ട് മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ബീം ഓഫ് സ്പാൻ L carries a concentrated load P at mid span. Work done by the external load is. Options: P square L cube by 48 EI, P square L cube by 96 EI, PL cube by 96 EI, PL cube by 48 EI. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ഞാൻ ആദ്യമേ ആൻസർ കാണിക്കുന്നത് മാത്രം. ബി ആണ് ഇതിന്റെ ആൻസർ. അറിയാവുന്നവർ അത് ചെയ്തു നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബീം എന്ന് പറയുന്ന ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആളെയാണ്. ഒരു സിലിണ്ടറിക്കൽ റോഡാണ് ഷാഫ്റ്റ്. ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ആൻഡ് സ്ലെൻഡർ മെമ്പർ സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്. എന്താണ് ഇതിന്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ലോങ് മെമ്പർ. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ കമ്പയർഡ് ടു ലെങ്ത് ഈസ് വെരി ലെസ്. മെലിഞ്ഞിരിക്കുക നമ്മൾ പറയില്ലേ, മെലിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തടി കുറവായിരിക്കും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റിനെ അപേക്ഷിച്ച് അവരുടെ സൈസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഒരു ബീം എന്ന് പറയുന്ന ഒരു ലോങ് ആൻഡ് സിലിണ്ടർ, അതായത് ക്രോസ് സെക്ഷന്റെ ഡയമെൻഷൻസ്, ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ കമ്പയർഡ് ടു ലെങ്ത് ഓഫ് ദ ബീം ഈസ് വെരി മച്ച് നെഗ്ലിജിബിൾ. അത്തരത്തിലുള്ളൊരു മെമ്പറാണ് ബീം എന്ന് പറയുന്നത്. ഇനി ഈ മെമ്പറിൽ വരുന്ന ലോഡ്, ഈ മെമ്പർ ക്യാരി ചെയ്യുന്ന ലോഡ്, ഇതൊക്കെ ഒരു സ്ട്രക്ചറൽ മെമ്പേഴ്സാണ്. അപ്പോൾ സ്ട്രക്ചറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡുകൾ വരും. അപ്പോൾ ഈ ലോഡ് ഈ ബീം എന്ന് പറയുന്ന മെമ്പറിൽ വരുന്നത് എപ്പോഴും ട്രാൻസ്വേഴ്സ് ആയിട്ടായിരിക്കും. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ബീമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡിംഗ് ആണ് അതിൽ ആക്ട് ചെയ്യുക. അപ്പൊ അത്തരം ലോഡുകൾ ക്യാരി ചെയ്യുന്ന ഒരു ലോങ് ആൻഡ് സിലിണ്ടർ മെമ്പറിനെ വിളിക്കുന്ന പേരാണെന്ത്? ബീം എന്ന് പറയുന്നത്. ഈ ബീമിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് പോസിബിൾ ആണ്. അതിൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ലോഡാണ് കോൺസെൻട്രേറ്റഡ് ലോഡ്. നമ്മൾ അനാലിസിസ് ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് അത് വരയ്ക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതായിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് വരയ്ക്കാറ്. ഇതൊരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്. കാരണം എന്താ? അതൊരു പോയിന്റിൽ കൂടെ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എക്സാക്ട്ലി അങ്ങനെയുള്ള ലോഡ് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. എക്സാക്ട്ലി പോയിന്റ് ലോഡ് ആയിട്ടുള്ളത് പ്രാക്ടിക്കലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഏത് ടൈപ്പ് ലോഡ് ആണെങ്കിലും ഒരു സർട്ടൺ ഏരിയയിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മുടെ അനാലിസിസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അതൊരു സർട്ടൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എ കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ലോഡ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ലോഡ് എന്ന് പറയുന്നത് ഒരു സർട്ടൺ ലോഡ്, ഫോർ എക്സാമ്പിൾ ഒരു 1000 കിലോന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ലോഡിനെ ഈ ബീമിന്റെ ഒരു ലെങ്ത് ഒരു 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഈ 10 മീറ്റർ ലെങ്ത്തിൽ ഈ 1000 കിലോന്യൂട്ടൺ ഫോഴ്സിനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓരോ മീറ്ററിലും എത്ര വെച്ച് കൊടുക്കും? 1000 ഡിവൈഡഡ് ബൈ 10, അതായത് 100 കിലോന്യൂട്ടൺ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 1 മീറ്ററിൽ 100 കിലോന്യൂട്ടൺ, അടുത്ത 1 മീറ്ററിൽ 100 കിലോന്യൂട്ടൺ, അടുത്ത 1 മീറ്ററിൽ 100 കിലോന്യൂട്ടൺ, അങ്ങനെ ലാസ്റ്റ് 1 മീറ്ററിൽ 100 കിലോന്യൂട്ടൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ബീമിൽ ഇപ്പോൾ ടോട്ടലി ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്? 1000 കിലോന്യൂട്ടൺ ആണ്. ഓരോ 1 മീറ്റർ ലെങ്ത്തിലും 100, അങ്ങനെ 10 മീറ്റർ ലെങ്ത്തിൽ 1000. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് വാട്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ലോഡാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. അതായത് നേരത്തെ പറഞ്ഞ 1000 ന്യൂട്ടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യം സീറോ ലോഡ്, ആദ്യത്തെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ ആ ഒരു സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അടുത്ത പാർട്ടിൽ നിങ്ങളൊരു 100 വെച്ചു, അടുത്ത പാർട്ടിൽ ഒരു 200 വെച്ചു, അടുത്ത പാർട്ടിൽ 300 വെച്ചു. അങ്ങനെ ഗ്രാജുവലി ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകാം. അതായത് ആ ലോഡിനെ ഒരു ഗ്രാഫായിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതൊരു ട്രയാങ്കുലർ ലോഡിംഗ് പോലെ ആയിരിക്കും. നേരത്തെ ലോഡ് എങ്ങനെയായിരുന്നു? എല്ലായിടത്തും ഒരുപോലെയാണ്, അതായത് റെക്ടാങ്കുലർ ലോഡിംഗ് ആണ്. അപ്പോൾ ഒരു UDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിന്റെ ലെങ്ത്തിൽ ഒരു റെക്ടാങ്കുലർ പോലെ ആയിരിക്കും നമ്മൾ കാണിക്കാം ആ ലോഡ്. റെക്ടാങ്കുലർ ലോഡിംഗ് എന്നും അതിനെ നമ്മൾ പറയും. ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ലോഡ് ഇന്റൻസിറ്റി ആണ്. ലോഡ് ഇന്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീറ്ററിലും എത്ര ലോഡ് ആക്ട് ചെയ്യുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫാണിത്.
ആ ഗ്രാഫിന്റെ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ലോഡ് ഇന്റൻസിറ്റി ആണ്. നെക്സ്റ്റ് UVL. UVL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ലോഡിംഗ് പോലെയാണ്. കണ്ടോ, ഒരു എൻഡില് മാക്സിമം ലോഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് അവസാനം ഒരു എൻഡിൽ 0 ലോഡ്, അങ്ങനെ വരുന്ന ഒരു ലോഡാണെന്തോ UVL എന്ന് പറയുന്നത്. ഓക്കെ, UVL. അപ്പൊ ഇത്തരത്തിലുള്ള ലോഡിങ്ങിന് പുറമെ ഒരു ബീമിനെ വേണമെങ്കിൽ എനിക്ക് പിടിച്ച് വളയ്ക്കാം, അത് ബെൻഡിങ് അപ്ലൈ ചെയ്യാം. ടോർക്ക് സാധാരണ നമ്മൾ ബീമിൽ അപ്ലൈ ചെയ്യില്ല. ടോർക്ക് ക്യാരി ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് സാധാരണ ഷാഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ സാധാരണ ബീമിൽ അങ്ങനെ ടോർക്ക് വരാറില്ല. അപ്പൊ UDL, UVL, പോയിന്റ് ലോഡ്, അതുപോലെ തന്നെ മൊമെന്റുകൾ, ബെൻഡിങ് മൊമെന്റുകളൊക്കെയാണ് ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഈ കോൺസെൻട്രേറ്റഡ് ലോഡ് എത്ര വർക്ക് ഈ ബീമിൽ ചെയ്യുന്നു. അപ്പൊ വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ പറയാനുണ്ട്. അതായത് ഒരു ബീമിലെ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് എ ബീം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബീമിനെ, നിങ്ങൾ ഇരിക്കുന്ന ബെഞ്ച്, അല്ലെ ഒരു ബെഞ്ച് ഇമാജിൻ ചെയ്യുക. ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ ബെഞ്ചിന് 2 സൈഡിലും ഇങ്ങനെ ഒരു ലെഗുകൾ ഉണ്ടായിരിക്കും, അല്ലെ, ഇതാണ് ഫ്ലോറിൽ കോണ്ടാക്ട് ഇരിക്കുക. ഇതിന് നടുക്കൊരാൾ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെന്നില്ല. അത് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ബെൻഡ് ആവാം, ഇത്തരത്തിൽ ബെൻഡ് ആവാം, അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു സെന്റർ പോർഷൻ ഒന്ന് സൂം ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഒറിജിനലി ആ സെന്റർ പോർഷൻ ഇവിടെയായിരുന്നു. ഇവിടെ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ സെന്റർ പോർഷൻ ഇപ്പോൾ ഇങ്ങനെയായിട്ട് മാറി, അല്ലെ. അതായത് ഒരു സെർട്ടൺ ഡിസ്പ്ലേസ്മെന്റ് അതിന് ലോഡിന്റെ ഡയറക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബീമിന്റെ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നിലുള്ള പൊസിഷൻ, ഓക്കെ, അൺലോഡഡ് പൊസിഷൻ, ഓക്കെ, ആ പൊസിഷനിൽ നിന്ന് അതിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൺ പോയിന്റിന് എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം. ഇനി ഇതേ പോയിന്റിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ബി എന്ന് പറയുന്ന പോയിന്റ്, ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ B' എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറി. ഈ B' കൂടെ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്, അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബീമിന്റെ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ ആ ഒരു പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്, അതിന്റെ സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 ടേംസ് മനസ്സിലായാലും, ഇതാണ് സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് നമ്മൾ കണ്ടിരുന്നു. ഇതേപോലെ തന്നെ ബീമിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ടുകൾ പോസിബിൾ ആണ്. ടൈപ്സ് ഓഫ് സപ്പോർട്ട്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ട്. ഒരു ബീമിനെ ഫിക്സ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് അതിലേക്ക് ഉറപ്പിച്ച് വെക്കുക. അത്തരം സപ്പോർട്ടുകൾ നമുക്ക് ബിൽഡിങ്സിലൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സൺഷെയ്ഡിന്റെ ഒരു ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വോളിലേക്ക്. ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് ആദ്യത്തെ ടൈപ്പ് സപ്പോർട്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഹിഞ്ച്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറിന്റെ ഒരു ഹിഞ്ച് പോലെ തന്നെ ആ ഹിഞ്ച്ഡ് സപ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഹിഞ്ച്ഡ് സപ്പോർട്ട്, ഇവിടെയാണ് ബീം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. റോളർ എന്ന് പറഞ്ഞാൽ ഹിഞ്ചിനേക്കാൾ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. ഹിഞ്ചിന്റെ പ്രത്യേകത എന്താ, ഹിഞ്ച് വെർട്ടിക്കൽ മൂവ്മെന്റോ ഹൊറിസോണ്ടൽ മൂവ്മെന്റോ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. അതായത് ആ ബീമിനെ ആ ഹിഞ്ച് ചെയ്തിരിക്കുന്ന എൻഡിൽ എനിക്കതിനെ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ മൂവ് ചെയ്യാൻ പറ്റില്ല, സിംപ്ലി റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഫിക്സഡ് സപ്പോർട്ടിൽ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതായത് ഹൊറിസോണ്ടൽ മൂവ്മെന്റും പെർമിറ്റ് ചെയ്യില്ല, വെർട്ടിക്കൽ മൂവ്മെന്റും പെർമിറ്റ് ചെയ്യില്ല, അതിനെ റൊട്ടേറ്റ് ചെയ്യാനും സമ്മതിക്കില്ല. ഒരു തരത്തിലുള്ള മൂവ്മെന്റും പെർമിറ്റ് ചെയ്യാത്ത വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഫിക്സഡ് സപ്പോർട്ട്. റൊട്ടേഷൻ മാത്രം പെർമിറ്റ് ചെയ്യുന്ന സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഇനി റോളർ സപ്പോർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്താ, റോളർ സപ്പോർട്ട് ബീമിനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ വെർട്ടിക്കലി താങ്ങി നിർത്തും, വെർട്ടിക്കലി മൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. പക്ഷെ ഹൊറിസോണ്ടലി വേണമെങ്കിൽ എനിക്ക് ആ റോളറിന്റെ മേലൊക്കെ അത് ഈസി ആയിട്ടൊന്ന് മൂവ് ചെയ്യിച്ചൂടെ, അത് എനിക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. മാത്രമല്ല ഈ റോളറിനെ ബേസ് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് റോളർ സപ്പോർട്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള മൂവ്മെന്റും പെർമിറ്റ് ചെയ്യാത്തതാണ് ഫിക്സഡ് സപ്പോർട്ട്. ഒരു മൂവ്മെന്റ് മാത്രം, റൊട്ടേഷൻ മാത്രം പെർമിറ്റ് ചെയ്യുന്നതാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള മൂവ്മെന്റ്, റൊട്ടേഷനും പോസിബിൾ ആണ്, ആ റോളർ ഇരിക്കുന്ന പ്ലെയിനിൽ എനിക്ക് ഈസി ആയിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതാണ് റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സപ്പോർട്ടുകളുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ബീംസ് നമുക്ക് റഫായിട്ടൊന്ന് വേഗം നോക്കാം. ഒരു ബീമിന്റെ ഒരു എൻഡ് മാത്രം ഫിക്സ് ചെയ്തിരിക്കുക, അടുത്ത എൻഡിൽ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് എന്ത്, കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്.
കാൻഡിലിവർ ബീം. ഇനി ഇതേ ബീമിനെ തന്നെ രണ്ട് സൈഡിലും ഞാൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഫിക്സഡ് ബീം, അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ബീം എന്നും പറയും. ബിൽട്ട് ഇൻ ബീം. ഇനി ഒരു ബീമിന്റെ ഒരു സൈഡ് ഞാൻ ഫിക്സ് ചെയ്തു, അടുത്ത സൈഡിൽ ഞാനൊരു റോളർ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് പ്രോപ്ഡ് കാൻഡിലിവർ. പ്രോപ്ഡ് കാൻഡിലിവർ ബീം എന്നാണ് അതിനെ പറയാം. ഈ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പ്. ഓക്കെ, ഈ റോളർ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോപ്പ് എന്നാണ് അതിന് പറയാം. ഇനി നെക്സ്റ്റ്, ഒരു ബീമിന്റെ ഒരു എൻഡിൽ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടും അടുത്ത എൻഡിൽ ഒരു റോളർ സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നാണ് അതിനെ പറയാം. ഇനി ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരു എൻഡിലുള്ള റോളർ സപ്പോർട്ടിനെ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് നീങ്ങി ഇതാണെങ്കിൽ അതിനെ സിംഗിൾ ഓവർഹാങ്ങിങ് ബീം എന്നാണ് പറയാം. സിംഗിൾ ഓവർഹാങ്ങിങ്. ഇനി ഇതേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഹിഞ്ചഡ് സപ്പോർട്ടും റോളർ സപ്പോർട്ടും എൻഡുകളിലില്ലാതെ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണെങ്കിൽ അതിനെ ഡബിൾ ഓവർഹാങ്ങിങ് എന്നാണ് പറയാം. ഓവർഹാങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സപ്പോർട്ടിന് വെളിയിലേക്ക് ബീമിന്റെ ഒരു ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓവർഹാങ്ങിങ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സ്ഥലത്തും ഓവർഹാങ്ങിങ് ഉണ്ടെങ്കിൽ അതിന് ഡബിൾ ഓവർഹാങ്ങിങ് എന്നും, ഒരു സൈഡിൽ മാത്രം ഓവർഹാങ്ങിങ് ഉള്ളൂ അങ്ങനെ സിംഗിൾ ഓവർഹാങ് എന്നും പറയും. ഇനി ഇതേപോലെ തന്നെ ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് കുറച്ച് എക്സ്ട്രാ സപ്പോർട്ടുകൾ ഞാൻ ഇന്റർമീഡിയറ്റ് പൊസിഷൻസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നു. കണ്ടിന്യൂസ് ബീം എന്നാണ് അതിനെ പറയാം. ഇത്രയും ടൈപ്പ് ഓഫ് ബീമുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ് ഉണ്ട്. അതിന് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിനനുസരിച്ചാണ് ആ ബീമുകൾ. അപ്പോൾ സാധാരണ ഒരു ബീം എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് നമ്മൾ ലേ ചെയ്യുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ലോഡ് ആക്ട് ചെയ്യുക. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിങ് കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട് കണ്ടു, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസും കണ്ടു. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എ ബീം ഓഫ് സ്പാൻ എൽ ക്യാരീസ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് പി അറ്റ് ദ മിഡ് സ്പാൻ, വർക്ക് ഡൺ ബൈ ദ ലോഡ് ഈസ്. ഏത് ടൈപ്പ് ബീം ആണെന്നുള്ള അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് വർക്ക് ഡൺ ബൈ ദ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കാം. ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഓരോ ടൈപ്പ് ബീമിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും മാക്സിമം മൊമെന്റ് കാണാനായിട്ടുള്ള ഫോർമുലകളുണ്ട്. ആ ഫോർമുലകൾ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഓരോ ടൈപ്പ് ബീം ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ വരച്ചിരിക്കുന്നത് എന്താ? ഒരു കാൻഡിലിവർ ബീമാണ്. കണ്ടോ, ഒരു കാൻഡിലിവർ ബീമാണ്. ഈ കാൻഡിലിവർ ബീമിന്റെ എൻഡ് പോയിന്റ്, അതായത് ഫ്രീ എൻഡിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് പി ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബീം ഇത്തരത്തിലായിരിക്കും ഡിഫ്ലക്റ്റ് ആവുക. ഇങ്ങനെ വളഞ്ഞു പോകും. ഫിക്സഡ് സപ്പോർട്ടിൽ യാതൊരു കുലുക്കവും സംഭവിക്കില്ല, കാരണം അത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ എപ്പോഴും സംഭവിക്കുക എവിടെയായിരിക്കും? ഫ്രീ എൻഡിലാണ്. കാരണം അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അത് കൂടുതൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയായിരിക്കും? ഈ ഫ്രീ എൻഡിലായിരിക്കും. ആ മാക്സിമം ഡിഫ്ലക്ഷൻ കാണാനുള്ള ഫോർമുലയാണ് ഡെൽറ്റ ഈക്വൽ ടു PL³/3EI. അതുപോലെ തന്നെ മാക്സിമം സ്ലോപ്പ് എവിടെയായിരിക്കും? ഞാൻ ഈ ഫ്രീ എൻഡിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതാണ് ഹൊറിസോണ്ടൽ ആയിട്ട് മാക്സിമം ആംഗിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ആംഗിൾ അല്ലെങ്കിൽ സ്ലോപ്പ് ആണ് PL²/2EI എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത ലോഡ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീമിന്റെ ലെങ്ത്, EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഈ കാൻഡിലിവർ ബീമിന്റെ ക്രോസ് സെക്ഷൻ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു വിചാരിക്കാം. ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദ ബീം. ഓക്കെ, ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയാൻ പാടില്ല, ബീം എങ്ങനെയാണ് വളയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ടോർഷന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഇതാണ് ബീമിന്റെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇതാണ് നിങ്ങളുടെ ആക്സിസ്. ബീം ഇങ്ങനെ താഴേക്ക് വളയുന്ന സമയത്ത് ഈ ആക്സിസ്, ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ക്രോസ് സെക്ഷൻ ഒന്ന് റൊട്ടേറ്റ് ആവുന്നത്, താഴേക്ക് ടിൽറ്റ് ആവുന്നത്, അല്ലെ? അതുകൊണ്ട് ഏത് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ഒരു ബീമില് ബെൻഡിങ് സംഭവിക്കുന്നത്, ബീം വളയുന്നത്, ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്ത്? I എന്ന് പറയുന്നത്. അപ്പൊ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ബ്രെഡ്ത്ത് B യും ഡെപ്ത് D യും ആണെങ്കിൽ I is equal to എന്താണ്? BD³/12 ആയിരിക്കും. I is the moment of inertia about the neutral axis. അപ്പോൾ PL²/2EI ആണ് സ്ലോപ്പ് അറ്റ് ദി എൻഡ്. ഇനി മാത്രമല്ല, മാക്സിമം മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എവിടെയാണോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാക്സിമം ആകുന്നത്, അവിടെയായിരിക്കും മാക്സിമം മൊമെന്റ്. ഏത് പോയിന്റിലാണ് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുന്നത്? ഫിക്സഡ് സപ്പോർട്ടിലാണ് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുന്നത്. എത്രയാണ് മാക്സിമം ഡിസ്റ്റൻസ്? ബീമിന്റെ ലെങ്ത് ആണ്. Therefore P into L എന്നാണ് അത് വരുന്നത്. P into L.
ഓക്കെ, അവിടെ നെഗറ്റീവ് സൈൻ നിങ്ങൾക്ക് കാണാം. നെഗറ്റീവ് സൈൻ ഒരു സൈൻ കൺവെൻഷന്റെ ഭാഗമായിട്ട് മാത്രം വരുന്നതാണ്. അതായത് ബീമിനെ രണ്ട് തരത്തിൽ വളയാം. ഒന്ന് താഴേക്ക് വളയാം, അല്ലെങ്കിൽ മുകളിലേക്ക് വളയാം. ഇപ്പൊ താഴേക്കാണ് അതിനെ പിടിച്ച് വളയ്ക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹോഗിങ് മൊമെന്റ് എന്നാണ് പറയാ. എന്താണ് ഹോഗിങ് മൊമെന്റ്? ഒരു ബീമിനെ ഹോഗിങ് മൊമെന്റ് എന്നാണ് പറയുക. ഒരു ബീമിനെ താഴേക്ക് പിടിച്ച് വളയ്ക്കുന്നതിനെയാണ് ഹോഗിങ് മൊമെന്റ് എന്ന് പറയുന്നത്. മുകളിലേക്ക് പിടിച്ച് വളയ്ക്കുന്നതിനെ സാഗിങ് മൊമെന്റ് എന്നാണ് പറയാ. സാഗിങ്. അപ്പോൾ എപ്പോഴാണോ ഞാൻ അപ്ലൈ ചെയ്ത മൊമെന്റ് ഒരു സാഗിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ സാധാരണ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഹോഗിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ നെഗറ്റീവ് ആയിട്ടും എടുക്കുന്നത്. അത് പ്യുവർലി ആർബിട്രറി ആണ്. ഈവൻ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഡിഫറെന്റ് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ എന്തെടുക്കുന്നു, സാഗിങ്ങിനെ പോസിറ്റീവ് എടുക്കുന്നു, ഹോഗിങ്ങിനെ നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഒരു കാൻഡിലിവറിന്റെ എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് താഴേക്കാണോ മുകളിലേക്കാണോ വളയുക? ഒബ്വിയസ്ലി അത് താഴേക്കാണ് വളയുന്നത്. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ടേം എന്താണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ കാൻഡിലിവറിന്റെ എൻഡിന് പകരം ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിലാണ് ഞാൻ ആ ലോഡ് പി അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, സപ്പോസ് ഫിക്സഡ് എൻഡിൽ നിന്ന് എ ഡിസ്റ്റൻസ്, ഫ്രീ എൻഡിൽ നിന്ന് ബി ഡിസ്റ്റൻസിലാണ് അത് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, സ്റ്റിൽ മൊമെന്റ്, മാക്സിമം മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ, പി ഇൻറ്റു മാക്സിമം ഡിസ്റ്റൻസ്, ഫിക്സഡ് എൻഡിൽ മൈനസ് പി ഇൻറ്റു എ. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഉദ്ദേശിക്കുക ഇവിടെയും ഈ ഫ്രീ എൻഡിൽ തന്നെയാണ് ഡിഫ്ലക്ഷൻ മാക്സിമം ആകുക. ദാറ്റ് മാക്സിമം ഡിഫ്ലക്ഷന്റെ ഫോർമുല പക്ഷെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. പി എ സ്ക്വയർ ബൈ 6EI ഇൻറ്റു 3L മൈനസ് എ എന്നായിട്ട് മാറും. അതുപോലെ തന്നെ മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പി എ സ്ക്വയർ ബൈ 2EA ആണ്. എല്ലിന് പകരം എന്ത് കൊടുത്താൽ മതി, ആ ഫിക്സഡ് എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വിച്ച് ഈസ് എ. അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ കാൻഡിലിവറിൽ തന്നെ UDL ആക്ട് ചെയ്യുക, ഒരു റെക്ടാങ്കുലർ ലോഡിംഗ് ആക്ട് ചെയ്യുന്നതാണ് കേസാണ്. ആ റെക്ടാങ്കുലർ ലോഡിന്റെ ഇന്റൻസിറ്റി സ്മോൾ w എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL⁴/8EA ആണ്. WL⁴/8EA. തീറ്റ ഈസ് WL³/6EA ആണ്. മാക്സിമം മൊമെന്റ് ഈസ് -WL²/2 ആണ്. ഇനി ഈ കാൻഡിലിവറിൽ തന്നെ ഒരു ഭാഗത്ത് ഫിക്സഡ് എൻഡിലെ മാക്സിമം ലോഡ്, ഫ്രീ എൻഡിലേക്ക് 0 ലോഡ്, അതായത് UVL യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്ന കേസിൽ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL⁻⁴/30EI ആൻഡ് ഡിഫ്ലക്ഷൻ സ്ലോപ്പ് എന്ന് പറയുന്നത് WL³/24EI, എം എന്ന് പറയുന്നത് WL²/6 ആണ്. അപ്പൊ ഈ മൂന്ന് കേസിൽ, ഒരു കേസും കൂടി ഉണ്ട് കാൻഡിലിവറിന്റെ, അത് ഞാൻ വരാം. ഈ മൂന്ന് കേസിൽ, 4 കേസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഒന്ന് ഫസ്റ്റ് കേസ്, പിന്നെ ഈ കേസ്. ഈ 2 കേസുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് ഈ 2 കേസുകളാണ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് കാൻഡിലിവറിന്റെ എൻഡിൽ ഞാൻ പിടിച്ച് ഒരു വളയ്ക്കാം എം. ഇനീഷ്യലി ഞാൻ അപ്ലൈ ചെയ്തത് ലോഡായിരുന്നു. ഇനി ഞാൻ അവിടെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യാൻ പോകും, എം എന്ന് പറയുന്ന ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യാൻ പോകും. അങ്ങനെയാണെങ്കിൽ മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും, ഞാൻ അപ്ലൈ ചെയ്ത മൊമെന്റ് തന്നെയായിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഫ്രീ എൻഡിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ML/EA ആണ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ML²/2EA ആണ്. ഈ കേസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കാൻഡിലിവറിൽ നിങ്ങൾ 3 കേസുകൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്രീ എൻഡിൽ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന കേസ്, പിന്നെന്താണ് ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് വരുന്ന കേസ്, ഫ്രീ എൻഡിൽ UDL വരുന്ന കേസ്. ഈ 3 കേസുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ നടുവിൽ അതിന്റെ മിഡ് പോയിന്റിൽ P എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രണ്ട് എൻഡുകളും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഒരു എൻഡിൽ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ഉണ്ട്, ഒരു എൻഡിൽ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. ശ്രദ്ധിക്കുക, റോളർ സപ്പോർട്ടിനെ വെറുതെ ഒരു റോളർ ആയിട്ടും കാണിക്കാം, അല്ലെങ്കിൽ ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടിന്റെ അടിയിൽ ഒരു 2 റോളേഴ്സ് വെക്കുന്ന പോലെയും കാണിക്കാറുണ്ട്. ഓക്കെ, രണ്ടും റോളർ സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹിഞ്ച് ആണെങ്കിലും റോളർ ആണെങ്കിലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അനുവദിക്കില്ല, അല്ലെ, റൊട്ടേഷൻ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ 2 എൻഡുകളിലും 0 ആയിരിക്കും. എവിടെയാണ് ഡിഫ്ലക്ഷൻ മാക്സിമം ആവുക? ഈ പർട്ടിക്കുലർ കേസിൽ ആ മിഡ് പോയിന്റിലായിരിക്കും ഇത് മാക്സിമം ആയിരിക്കുക. ആ മിഡ് പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് PL³/48EI എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ മിഡ് പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ടാൻജന്റ് ആയിരിക്കും. പക്ഷേ ഈ 2 എൻഡുകളിലും ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതാണ് മാക്സിമം ആംഗിളിൽ നിൽക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് മാക്സിമം ആംഗിളിൽ നിൽക്കുന്നത് ഈ സപ്പോർട്ടുകളിൽ വരയ്ക്കുന്ന സ്ലോപ്പുകളാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് അറ്റ് ദ സപ്പോർട്ട് ആണ്, PL²/16EI. ഓക്കെ, അപ്പൊ ഇത് സപ്പോർട്ടിലാണെന്ന് അറിഞ്ഞിരിക്കുക, ഇത് മിഡ് പോയിന്റിലാണെന്ന് അറിഞ്ഞിരിക്കുക.
നെക്സ്റ്റ് ഇതേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു യു ഡി എൽ വരുന്ന കേസ്, യു ഡി എൽ ഇന്റൻസിറ്റി ഡബ്ല്യു പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ലോഡ് മിഡ് പോയിന്റിൽ ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക 5WL⁴/384 EI. അതുപോലെ തന്നെ സ്ലോപ്പ് എവിടെയായിരിക്കും മാക്സിമം വരുന്നത്, സപ്പോർട്ടിലായിരിക്കും മാക്സിമം വരുന്നത് WL⁴/24 EI. മൊമെന്റ് എന്ന് പറയുന്നത് WL²/8. ഈ പർട്ടിക്കുലർ കേസിൽ ഈ ഒരു വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ്. അതായത് എവിടെയാണ് മാക്സിമം മൊമെന്റ് വരുന്നത്, ആ മാക്സിമം മൊമെന്റിന്റെ വാല്യൂ WL²/8 എന്ന് പറയുന്ന വാല്യൂ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. നെക്സ്റ്റ് ഇതേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു UVL ഒരു പ്രത്യേക രീതിയിൽ, അതായത് രണ്ട് സപ്പോർട്ടുകളിലും 0 ഗ്രാജുവലി ഇൻക്രീസസ് ടു മാക്സിമം വാല്യൂ അറ്റ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റിൽ ഒരു മാക്സിമം വാല്യൂ W, രണ്ട് എൻഡുകളിലും 0 ആയിട്ട് വരുന്ന UVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ എവിടെയായിരിക്കും മാക്സിമം, അഗെയിൻ ഈ ബീം ഇങ്ങനെയാണ് വളയുക. അങ്ങനെ വളയുമ്പോൾ ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് എവിടെയാണ്, അതിന്റെ മിഡ് പോയിന്റിലാണ്. ഇത് മിഡ് പോയിന്റിൽ തന്നെയാണ് WL⁴/120 EI. മാക്സിമം സ്ലോപ്പ് വരുന്ന എവിടെ തന്നെയാണ്, അതിന്റെ ഈ പറഞ്ഞ സപ്പോർട്ടുകളാണ്. 5WL⁴/192 EI. M എന്ന് പറയുന്നത് WL²/12 ആയിരിക്കും മാക്സിമം വരിക. ഇനി അടുത്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് ഈ ബീമിന്റെ ഒരു എൻഡിൽ M എന്ന് പറയുന്ന ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന കേസ്. ആ കേസിൽ രണ്ട് എൻഡുകളിലുള്ള സ്ലോപ്പുകൾ ഡിഫറൻ്റ് ആയിരിക്കും. θ1 എന്ന് പറയുന്നത് ML/6E. അതാണ് ഞാൻ മൊമെന്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഓപ്പോസിറ്റ് എൻഡിലെ സ്ലോപ്പാണ് θ1 ML/6EI. അതുപോലെ തന്നെ ഞാൻ മൊമെന്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന എൻഡിലെ സ്ലോപ്പാണ് ML/3EI എന്ന് പറയുന്നത്. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ കാണാനുള്ള ഫോർമുലയും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ML²/9√3 EI. അത് ഒരിക്കലും കറക്റ്റ് സെൻട്രൽ ആവില്ല, കാരണം ഇത് ലോഡ് എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക് ആണ്. അതായത് ബീമിനെ ഞാൻ രണ്ട് ഹാഫാക്കി മാറ്റുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാഫിൽ ലോഡ് ഇല്ല, പക്ഷെ റൈറ്റ് ഹാഫിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു അൺസിമെട്രിക് കണ്ടീഷൻ എന്നാണ് പറയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ നോക്കൂ. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ നേരത്തെ പറഞ്ഞ രണ്ട് കേസുകളിലും ബീമിനെ സെന്ററിൽ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെയല്ലേ നിൽക്കുന്നത്. ലോഡ് കറക്റ്റ് മിഡ് പോയിന്റിൽ രണ്ട് സൈഡിലും ഒരുപോലെ സപ്പോർട്ടുകൾ വരുന്ന കേസാണ്. പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ ലോഡ് വരുന്നത് റൈറ്റ് ഹാഫിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അൺസിമെട്രിക് കണ്ടീഷനാണിത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സെൻട്രലായിരിക്കില്ല മാക്സിമം ഡിഫ്ലക്ഷൻ വരിക, കുറച്ച് മാറിയിട്ടായിരിക്കും. അത് അറ്റ് എ ഡിസ്റ്റൻസ് L/√3 ഫ്രം 0 എൻഡ്, അതായത് ബീമിന്റെ ലോഡ് അപ്ലൈ ചെയ്യാത്ത എൻഡിൽ നിന്ന് L/√3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അതിന്റെ എന്ത് വരുന്നത്, മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. ഇനി അടുത്ത രണ്ട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഫിക്സഡ് എൻഡിന്റെ കേസ്. ഫിക്സഡ് ബീമിന്റെ കേസാണ്. ഫിക്സഡ് ബീം എന്ന് വെച്ചാൽ രണ്ട് എൻഡുകളിലും ഫിക്സഡ് സപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്ന ബീമാണ് ഫിക്സഡ് ബീം. അതിന്റെ സെന്ററിൽ ഒരു ലോഡ് വരുന്ന കേസിൽ എങ്ങനെയാണ് ഫോർമുല വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 WL⁴/48 EI എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ ഡിഫ്ലക്ഷന്റെ ഫോർമുല പഠിച്ചിരുന്നു, PL⁴/48 EI. അത് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ലോഡ് P എന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഫോർമുലയിൽ P വന്നത്. ഇവിടെ W ആണെങ്കിൽ ഈ ഫോർമുല എന്തായിട്ട് മാറും, WL⁴/48 EI എന്ന് മാറും. ഈ രണ്ട് എൻഡുകളിൽ ഞാൻ പിടിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറി, ഒരു ഫിക്സഡ് ബീമായിട്ട് മാറി. അതിനനുസരിച്ച് നിങ്ങളുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 1/4 സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഡിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കേസുകൾ, ഒന്ന് ഈ കേസ്, അതായത് പോയിന്റ് ലോഡ് അറ്റ് ദ മിഡ് ലെങ്ത്, അതുപോലെ തന്നെ UDL. ഈ രണ്ട് കേസുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആ രണ്ട് കേസുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും കാണാം, ഈ പറഞ്ഞ ഫിക്സഡ് ബീമിന്റെ ഇക്വേഷൻസ് കിട്ടും. ഫിക്സഡ് ബീമിൽ 1/4 WL⁴/48 EI ആണ് വരിക. ഇനി അതേപോലെ തന്നെ UDL വരുന്ന കേസ്, അതിവിടെ വരച്ചിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ഫിക്സഡ് ബീമിൽ കംപ്ലീറ്റ് ആയിട്ട് UDL വരുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ ദ ഡിഫ്ലക്ഷൻ ഈസ് 1/5 5WL⁴/384 EI. അത് നേരത്തെ ഏതായിരുന്നു കേസ്, ഈ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വരുന്ന കേസിന്റെ 1/5 ആയിരിക്കും ഒരു ഫിക്സഡ് ബീമിൽ UDL വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ബീമിന്റെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പോയിന്റ് ലോഡിന്റെ 1/4 ഡിഫ്ലക്ഷൻ. ഫിക്സഡ് ബീമിന്റെ UDL എന്ന് പറയുന്നത് 1/5 UDL ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും വരിക. ഇനി രണ്ട് കേസിലും മൊമെന്റുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. WL/8 ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. WL/8 ആണ് മാക്സിമം മൊമെന്റ്. ഇൻ ദ കേസ് ഓഫ് UDL ഇറ്റ് ഈസ് WL²/12. ഇത്രയും ഫോർമുലകളാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്.
ഇനി ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ ബീം ഓഫ് span L carries a concentrated load P at the mid span. Find the work done by the external load. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കാം. ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും ഉള്ള ഒരു ബീം. ഇതിന്റെ മിഡ് പോയിന്റിൽ പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. നമുക്ക് കാണേണ്ടത് ഈ പി എന്ന് പറയുന്ന ലോഡ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വർക്കാണ് അത് ഈ ബീമിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഫോർമുല വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഫോർമുലയാണ്. വർക്കിനെ പറ്റി നമുക്കറിയാവുന്ന ആകെ ഒരു ഫോർമുല വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. മാത്രമല്ല ഞാൻ അപ്ലൈ ചെയ്ത ഈ ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? കാരണം എന്താ, ഈ ബീം ഈ ഡയറക്ഷനിൽ ഒരു സെർട്ടൺ ഡിഫ്ലക്ഷൻ, ഞാൻ അതിനെ ഡെൽറ്റ എന്ന് മാർക്കാണ്, ഡിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് പി ഇൻറ്റു ഡെൽറ്റ അല്ലേ എന്നുള്ളത്. ഡെൽറ്റയുടെ ഫോർമുല നമുക്കറിയാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PL³ by 48 TA ആണ് നമ്മുടെ ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 48 PL³ by 48 TA equal to P square L³ by 48 TA. ഇതല്ല ആൻസർ, P square L³ by 48 TA. എന്നാൽ ഇതല്ല ആൻസർ. നമ്മുടെ ആൻസർ ബി ആണ്. എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ അനാലിസിസിന്റെ തുടക്കം മുതൽ ഞാൻ ആ വർക്ക് കണ്ടുപിടിക്കുന്ന ആ ഡെൽറ്റ ഡിഫ്ലക്ഷൻ വരുന്നത് വരെ ഒരു കോൺസ്റ്റന്റ് പി അപ്ലൈ ചെയ്യുന്നു എന്നുള്ള അസംഷനിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഒരിക്കലും ഒരു ബീമിലേക്ക് സഡൻ ആയിട്ട് ആദ്യമേ തന്നെ പി എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യില്ല. ഒരു സ്ട്രക്ചറൽ മെമ്പറിൽ എപ്പോഴും ലോഡ് വരുന്നത് ഗ്രാജുവലി ഇൻക്രീസിങ് ആയിട്ടാണ് വരിക. ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ഓക്കെ, സഡൻലി അപ്ലൈഡ് ലോഡും ഗ്രാജുവലി അപ്ലൈഡ് ലോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ പെന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ സർഫസിൽ പെട്ടെന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതൊരു സഡൻലി അപ്ലൈഡ് ലോഡാണ്. വിത്തിൻ നോ ടൈം ഞാനൊരു സഡൻ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. നേരെ മറിച്ച് ഈ പെന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആദ്യം അതിൽ പതുക്കെ ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കെ അതിനെ ഗ്രാജുവലി പ്രസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് എ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. കാരണം സഡൻലി അപ്ലൈഡ് ലോഡുകളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സഡൻ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഒരു സഡൻലി ഡെവലപ്ഡ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ് പെട്ടെന്ന് മെറ്റീരിയലിന് ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ ഓൾമോസ്റ്റ് ട്വൈസ് സ്ട്രെസ് ഒരു ഈ സഡൻലി അപ്ലൈഡ് ലോഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. അപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന UDL ആണെങ്കിലും UVL ആണെങ്കിലും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡുകളാണെങ്കിലും ഒക്കെ ഗ്രാജുവലി അപ്ലൈഡ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് ചെയ്യുന്നത്. ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ചെയ്ത വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അതായത് വർക്ക് ഡൺ ബൈ എ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ലോഡ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് ആ ഫോർമുലയെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. സിംപ്ലി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് പകരം ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഇവിടെ ആ ത്രൂ ഔട്ട് ഡെൽറ്റ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ ഈ ലോഡ് 0-ൽ നിന്ന് തുടങ്ങി, ഇനീഷ്യലി ഞാൻ വെക്കുമ്പോൾ ലോഡൊന്നുമില്ല, പതുക്കെ ലോഡ് ഇൻക്രീസ് ചെയ്ത് പിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ലോഡ് പ്ലസ് ഫൈനൽ ലോഡ് ഡിവൈഡഡ് ബൈ 2. അതല്ലേ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്? ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എത്രയാണ് ഇനീഷ്യൽ ലോഡ്? ഞാൻ ജസ്റ്റ് വെക്കുന്ന സമയത്ത് അവിടെ വേറെ ലോഡൊന്നുമില്ല, ഇനീഷ്യൽ ലോഡ് 0. ഇനി ഫൈനലി ആ ലോഡ് ഇൻക്രീസ് ചെയ്ത് ഞാൻ എവിടേക്ക് എത്തിച്ചു? പിയിലേക്ക് എത്തിച്ചു. therefore 0 പ്ലസ് പി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഹാഫ് പി ഡെൽറ്റ, ഇതാണ് എന്ത് നിങ്ങളുടെ ഇക്വേഷൻ. അപ്പോൾ ബീമിലെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷന്റെയും വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് എപ്പോഴും ആവറേജ് ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ത് വേണം കാണാനായിട്ട്. അതാണ് ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ചെയ്യുന്ന വർക്ക് കാണാനുള്ള പ്രൊസീജിയർ. സോ ഹാഫ് പി ഡെൽറ്റ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഹാഫ് പി ഡെൽറ്റ. സോ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ എത്രയാണ്? പി
PLQ by 48EI. PLQ by 48EI, that is equal to P square LQ by 96CI എന്നാണ് ആൻസർ വരുന്നത്. ഇങ്ങനെയാണ് ബി എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യരുത്, ഇവിടെ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, crippling load of a column A is half of that of column B if both the columns have the same height. End conditions of A and B are respectively. Options: both ends hinged, both ends fixed, one end fixed and other end free, both ends hinged, both ends fixed, one end fixed other free, one end fixed other hinged, both ends fixed. അപ്പോൾ നമ്മൾ പുതിയൊരു മെമ്പർ എന്ന് പറയുന്നത് കോളം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പില്ലറുകളൊക്കെ ഉണ്ട്, അതൊരു കോളമാണ്. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ ബീം കണ്ടിരുന്നു, ഹൊറിസോണ്ടൽ ആയിട്ടാണ് അത് വെക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡാണ് അത് ആക്ട് ചെയ്യുക. പക്ഷേ ഒരു കോളം എന്ന് പറയുന്നത് സാധാരണ വെർട്ടിക്കലി ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആണ് കോളം. മാത്രമല്ല ജനറലി അതിൻ്റെ ആക്സിയൽ ആയിട്ടുള്ള ലോഡായിരിക്കും അത് പാസ് ചെയ്യുക. ഓക്കെ, ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന ലോഡല്ല, പകരം ആക്സിയൽ ലോഡിംഗ് ആയിരിക്കും അതിൽ വരിക. ഇതാണ് കോളം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ക്രിപ്ലിംഗ് ഓഫ് എ കോളം? ക്രിപ്ലിംഗ് അല്ലെങ്കിൽ ബക്ലിംഗ് എന്നുള്ള ടേം അറിഞ്ഞിരിക്കാം. ബക്ലിംഗ് ഒരു കോളത്തിന്റെ ഫെയിലിയർ മെക്കാനിസം ആണ്. ബക്ലിംഗ് അതുപോലെ തന്നെ ക്രഷിംഗ് എന്ന് പറയുന്ന രണ്ട് മെക്കാനിസംസ്. അതായത് ഇതിന്റെ ആൻസർ ഞാനിവിടെ കാണിക്കാം. ഡി ആണ് ഇതിന്റെ ആൻസർ. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു വളരെ ചെറിയ ഒരു കോളം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ചോക്ക് പീസ് എടുക്കുക. ഈ ചോക്ക് പീസ് എടുത്തിട്ട് നിങ്ങൾ അതിനെ നല്ലപോലെ പ്രസ് ചെയ്യുക, ആക്സിയലി രണ്ട് സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് ആകെ ക്രാക്ക് ഒക്കെ വന്ന് ക്രഷ് ചെയ്ത് പോകുന്നതാണ്. ദറ്റ് ഈസ് കോൾഡ് ക്രഷിംഗ് ഫെയിലിയർ. ഇനി ഒരു പെന്നിന്റെ ട്യൂബ്, ഒരു പെന്ന് നമ്മൾ സാധാരണ എഴുതുന്ന ഒരു ബോൾ പെന്നിന്റെ ട്യൂബ് എടുക്കുക. അതിന്റെ രണ്ട് എൻഡും, അതും ഒരു കോളം പോലെ നിങ്ങൾ പിടിക്കാം. ഇനി ഒരു എൻഡിൽ നിങ്ങൾ പ്രസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സാധാരണ ഇങ്ങനെയാണ് വളയുക. അത് ക്രഷ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ വളയുള്ളൂ, ഒരു സൈഡിലേക്ക് വളയും. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇങ്ങനെയാണ്, പക്ഷെ അത് വളയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ദിസ് ഈസ് കോൾഡ് ബക്ലിംഗ്. ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ബെൻഡിങ് ഓഫ് എ കോളം, ലാറ്ററൽ ബെൻഡിങ് ഓഫ് എ കോളം ആണെന്ത് ബക്ലിംഗ് എന്ന്. ലാറ്ററൽ എന്ന് വെച്ചാൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു കോളം വളഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രഷിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ വഴി മാത്രം ഫെയിലിയർ കാണിച്ചു തരുന്ന കോളംസ് ആണ് ഷോർട്ട് കോളംസ് എന്ന് പറയുന്നത്. ഷോർട്ട് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് കോളംസ് വിച്ച് ഷോ ഫെയിലിയർ ഓൺലി ബൈ ക്രഷിംഗ്. നേരെ മറിച്ച് ബക്ലിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ മാത്രം കാണിച്ചു തരും, അവിടെ ക്രഷിംഗ് നമുക്ക് കാണില്ല. അത്തരം കോളംസ് ആണ് ലോങ് കോളംസ് എന്ന് പറയുന്നത്. ലോങ് കോളം. ഇപ്പൊ ലോങ് കോളംസിലെ ഫെയിലിയർ മെക്കാനിസം എന്താണ്? ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ആണ്. ഷോർട്ട് കോളംസിലെ ഫെയിലിയർ മെക്കാനിസം എന്ന് പറയുന്നത് ക്രഷിംഗ് ആണ്. പക്ഷെ ഇതിന് രണ്ടും കാണിച്ചു തരുന്നത്, അതായത് സെർട്ടൺ റേഞ്ചിൽ ക്രഷിങ്ങും സെർട്ടൺ ലോഡ് റേഞ്ചിൽ ബക്ലിങ്ങും കാണിച്ചു തരുന്ന കോളംസ് ആണ് മീഡിയം കോളംസ് ആയിട്ട് നമ്മൾ പറയാം. രണ്ട് മോഡ് ഓഫ് ഫെയിലിയറും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ലോങ് കോളത്തിന്റെ കേസാണ്. ഈ ലോങ് കോളവുമായി ബന്ധപ്പെട്ട തിയറിയാണ് ഓയിലേഴ്സ് ബക്ലിംഗ് തിയറി. ഓയിലേഴ്സ് ബക്ലിംഗ് തിയറി എന്ന് പറയുന്ന തിയറി ഇറ്റ്സ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ലോങ് കോളംസ്. ലോങ് കോളംസിന് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ. എന്താണ് ഈ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്ത ഇതാണ്: ഒരു കോളത്തിനെ രണ്ട് എൻഡിലും ഹിഞ്ച് ചെയ്ത് വെക്കുന്നു. രണ്ടെൻഡിലും ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഹിഞ്ച് ചെയ്ത കോളത്തിൽ അദ്ദേഹം ആക്സിയലി ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ലോഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വന്ന് എത്ര ലോഡിലാണ് അത് ബക്ലിംഗ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു റിലേഷൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതാണ് ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ്, അല്ലെങ്കിൽ ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ്, അല്ലെങ്കിൽ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു രണ്ട് എൻഡിലും ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളത്തിന്റെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഏത് ലോഡിലാണോ, ഏത് ആക്സിയൽ ലോഡ് വരുമ്പോഴാണോ അത് ബക്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, ആ ലോഡിനെ വിളിക്കുന്നവരാണ് ക്രിട്ടിക്കൽ ലോഡ്, അല്ലെങ്കിൽ ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ്, അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ critical load is given by pi square E I minimum by length square എന്നാണ് വന്നത്. pi square E I minimum by length square. L എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ ഇനീഷ്യൽ എത്ര ലെങ്ത് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് L.
ഇ എന്ന് പറയുന്നതിന്റെ യങ്സ് മോഡുലസ്, ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ആണ്. ഐ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ കോളത്തിന് ഒരു ക്രോസ് സെക്ഷൻ, ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് സെൻട്രലായിരിക്കുമല്ലോ. ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസുകൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് ദിസ് ഇസ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സപ്പോസ് ഈ ഒരു ഡയമെൻഷൻ, ഇത് ഡെപ്ത് ഡി, ബ്രെഡ്ത്ത് ബി ആണെന്ന് വിചാരിക്കാം. ഡെപ്ത് അല്ല, വിഡ്ത്ത് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഐ എക്സ് എക്സ്? ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ട് ഏത് ആക്സിസിലാണോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുന്നത് അതിന്റെ പാരലൽ ലെങ്ത്, അതായത് ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ലെങ്ത്തിന്റെ ക്യൂബ്, അതായത് ഡി ക്യൂബ് ബൈ 12. ഇനി അങ്ങനെയാണെങ്കിൽ ഐ വൈ എന്തായിരിക്കും? ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിന്റെ പാരലൽ ഡയമെൻഷൻ ഏതാണ്? ഡി ആണ്. അപ്പോൾ പാരലൽ ഡയമെൻഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡയമെൻഷൻ ക്യൂബ് ബൈ 12, ഡി ബി ക്യൂബ് എന്നാണ് വരിക. അപ്പൊ ഇവിടെ ആരായിരിക്കും മിനിമം ഈ രണ്ട് കേസിലും? അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആരുടെയാണ് ക്യൂബ് എടുക്കുന്നത് നോക്കിയാൽ മതി. ഡി ക്യൂബ് ആണോ ബി ക്യൂബ് ആണോ വലുത്? ബി എന്ന് പറയുന്ന ഡയമെൻഷൻ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഡി ക്യൂബ് ആയിരിക്കും വലുത്, അല്ലെ? ഡെപ്തിന്റെ ക്യൂബ് ആയിരിക്കും വലുത്. അതുകൊണ്ട് ഡി ക്യൂബ് ഈസ് ഗ്രേറ്റർ ദാൻ ബി ക്യൂബ്. അതുകൊണ്ട് ഐ വൈ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ഐ എക്സ് എക്സ് കൂടുതലായിരിക്കും. അതായത് ഈ കോളത്തിന്റെ മിനിമം മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, വൈ എന്ന് പറയുന്ന ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അതാണ് നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഐ മിനിമം, ലെങ്ത് എന്ന് പറയുന്നത് എൽ. ഓക്കെ, ഇതാണ് അവിടെ കിട്ടുക. പക്ഷേ ഈ കോളത്തിന്റെ രണ്ട് എൻഡിലും ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല വാലിഡ് ആവുള്ളൂ. ഓക്കെ, രണ്ട് എൻഡിലും ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല വാലിഡ് ആവുള്ളൂ. പക്ഷെ കോളത്തിന് മെയിൻ ആയിട്ട് നമ്മൾ 4 എൻഡ് കണ്ടീഷൻസ് പറയാറുണ്ട്. മെയിൻ ആയിട്ട് അതല്ലാത്തതുകൊണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് 4 എൻഡ് കണ്ടീഷൻസ്, അതായത് കോളത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന 4 രീതിയിലാണ് കോളത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അതിൽ ഒരു രീതിയാണ് ഇതാണ് സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഓയിലർ സ്റ്റഡി നടത്താനായിട്ട് എടുത്ത എൻഡ് കണ്ടീഷൻ ആണ് സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഫോർമുല. ഇനി അതല്ലാത്ത കേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വൺ എൻഡ് ഫിക്സഡ്, ഒരു എൻഡിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, അടുത്ത എൻഡിൽ അതിനെ ഫ്രീ ആക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് കേസ്, വൺ എൻഡ് ഫിക്സഡ് അതർ ഫ്രീ. ഇതിൽ ഗ്രാജുവലി ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസാണ് ഇത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, ഇവിടെയും ഹിഞ്ച്ഡ് ആണ്, ഇവിടെയും ഹിഞ്ച്ഡ് ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം. അടുത്ത എൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എൻഡിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അടുത്ത എൻഡിൽ ഒരു ഹിഞ്ച് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വൺ എൻഡ് ഫിക്സഡ് അതർ ഹിഞ്ച്ഡ്. അടുത്ത കേസിൽ രണ്ട് എൻഡിലും പിടിച്ചതിനെ ഫിക്സ് ചെയ്യുക, അതാണ് ബോത്ത് എൻഡ്സ് ഫിക്സഡ് കോളം എന്ന് പറയുന്നത്. ഇങ്ങനെ 4 എൻഡ് കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക. ബോത്ത് എൻഡ്സ് ഫിക്സഡ്, വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, വൺ ഫിക്സഡ് അതർ ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ്സ് ഫിക്സഡ് കോളം. പിന്നെ ഇപ്പോഴും ആലോചിക്കുക, ഫിക്സഡ് എൻഡ് ആണ് എപ്പോഴും വളരെ റിജിഡ് ആയിരിക്കുക. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും റിജിഡ് ആയിരിക്കും. കോളത്തിനെ അങ്ങനെ അനങ്ങാൻ സമ്മതിക്കാത്ത ഒരാളാണ് ഫിക്സഡ് സപ്പോർട്ട്. ഏറ്റവും ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ സപ്പോർട്ടാണ്. പെട്ടെന്ന് വളഞ്ഞു പോകുന്നത് ഫ്രീ സപ്പോർട്ടാണ്, കാരണം അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ആ സപ്പോർട്ടിന്റെ ഒരു സ്ട്രെങ്ത്തിന്റെ ഓർഡർ അറിഞ്ഞിരിക്കുക. അതായത് ഫിക്സഡ് സപ്പോർട്ടാണ് മാക്സിമം സ്ട്രെങ്ത്, അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കുറവായിരിക്കും ഹിഞ്ച്ഡ് സപ്പോർട്ടിന്, അതിനേക്കാൾ സപ്പോർട്ട് കുറവായിരിക്കും ഫ്രീ സപ്പോർട്ടിന്. ഫ്രീ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവിടെ ആരുമില്ല, അതിന് ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും ഇല്ല. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോളം ഏതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒബിയസ്ലി രണ്ട് എൻഡിലും ഫിക്സഡ് സപ്പോർട്ട് വരുന്ന കോളായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അയാളെ പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബക്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി കുറച്ചും കൂടെ സ്ട്രെങ്ത് കുറവായിരിക്കും ആര്? ഒരു എൻഡ് ഫിക്സ് ചെയ്തു, ആ എൻഡ് സ്ട്രോങ് ആണ്, പക്ഷെ അടുത്ത എൻഡിൽ ഞാൻ ഫിക്സഡ് മാറ്റി ഹിഞ്ച്ഡ് ആക്കി മാറ്റി, അപ്പോൾ കുറച്ചും കൂടെ അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു. ഇനി ഒന്നും കൂടെ സ്ട്രെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ ആ ഫിക്സഡ് സപ്പോർട്ട് എടുത്ത് മാറ്റി അവിടെയും ഹിഞ്ച് കൊടുത്തു. അതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു തരത്തിലും സപ്പോർട്ട് ഇല്ലാത്ത ഭാഗമുള്ളതാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള കോളം, പെട്ടെന്ന് ബക്കിളായി പോകുന്ന കോളം. ഓക്കെ, അപ്പൊ ആ കോളത്തിന്റെ ആ ഒരു സ്ട്രെങ്ത്തിന്റെ ഓർഡർ എന്ന് ഞാൻ പറയാം. ബോത്ത് എൻഡ്സ് ഫിക്സഡ്, ബോത്ത് എൻഡ്സ് ഫിക്സഡ് കോളമാണ് ഏറ്റവും സ്ട്രോങ്. ഇനി അതിനേക്കാൾ സ്ട്രെങ്ത് കുറവായിരിക്കും വൺ ഫിക്സഡ് അതർ ഹിഞ്ച്ഡ് കോളം, അതർ ഹിഞ്ച്ഡ് കോളം. അതിനേക്കാൾ സ്ട്രെങ്ത് കുറവായിരിക്കും ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം.
ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം. അതിനേക്കാൾ സ്ട്രെങ്ത് കുറവായിരിക്കും വൺ ഫിക്സഡ് അതർ ഫ്രീ. ഒരെൻഡ് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത എൻഡിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല, അതുകൊണ്ട് ആ സപ്പോർട്ട് പെട്ടെന്ന് വളഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ കോളം വളരെ വീക്കാണെന്ന് പറയും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് കോളത്തിലായിരിക്കും മാക്സിമം ക്രിട്ടിക്കൽ ലോഡ് വരിക? ക്രിട്ടിക്കൽ ലോഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏത് ലോഡിലാണോ ആ കോളം ബക്കിൾ ചെയ്ത് തുടങ്ങുന്നത്, ആ ലോഡാണ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ലോഡ് മാക്സിമം ആർക്കായിരിക്കും? അതായത് ഒരുപാട് ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ബക്കിൾ ചെയ്ത് തുടങ്ങുന്ന കോളം ഏതായിരിക്കും? ഇയാളായിരിക്കും. ഇയാളുടെ ക്രിട്ടിക്കൽ ലോഡാണ് കൂടുതൽ, മാക്സിമം. ഇയാളുടെ ക്രിട്ടിക്കൽ ലോഡാണ് മിനിമം ആയിട്ട് വരിക. ദിസ് ഇസ് ദ മാക്സിമം ക്രിട്ടിക്കൽ ലോഡ്, ദിസ് ഇസ് ദ മിനിമം ക്രിട്ടിക്കൽ ലോഡ്. ഓക്കെ. പക്ഷെ ഓയിലർ സ്റ്റഡി നടത്താനായിട്ട് എടുത്തത് ഈ ഒരു കേസാണ്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡിന്റെ ആണ് പൈ സ്ക്വയർ ഇ ഐ ബൈ ഈ ഐ മിനിമം ബൈ ഈ ലെങ്ത് സ്ക്വയർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റ് കോളത്തിൻ്റെയൊക്കെ ബക്കിൾ ചെയ്ത ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇയാളായിട്ടാണ് എപ്പോഴും കമ്പയർ ചെയ്യുക. അതായത് എത്ര ലോഡ് ബാക്കി എൻഡ് കണ്ടീഷൻസിലുള്ള കോളം ബക്കിൾ ചെയ്യുന്നു എന്നുള്ളത് രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം, എൽ ഇഫക്റ്റീവ്, എൽ ഇ എന്നിട്ടാലും മതി. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എൻഡ് രണ്ട് എൻഡുകളും ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കോളം ഇമാജിൻ ചെയ്യാം. ഈ കോളം വളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഫിക്സഡ് സപ്പോർട്ടുകൾ യാതൊരു തരത്തിലുള്ള റൊട്ടേഷൻ അല്ലെ പെർമിറ്റ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് ഈ ഫിക്സഡ് സപ്പോർട്ടിൽ നിന്ന് സെർട്ടൻ ലെങ്ത്തിൽ ഈ കോളം വളരെ റിജിഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന കാണാം. ബാക്കി പോർഷനിൽ മാത്രമേ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബെൻഡിങ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു സീറോ ബെൻഡിങ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്ന റീജൻ ആണ് ഈ രണ്ട് റീജൻസ്. ബാക്കി റീജൻസിൽ മാത്രമാണ് കോളം ഇങ്ങനെ ഇഫക്റ്റീവ്ലി ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഈ കണ്ടീഷൻ, ഈ രണ്ട് ലെങ്ത്തുകൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ രണ്ട് പോർഷൻസ്. ഈ രണ്ട് പോർഷനിൽ ഞാൻ ഒരു ഹിഞ്ച്ഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളം അസ്യൂം ചെയ്യാം. ഓക്കെ. അതായത് ഫിക്സഡ് എൻഡിലുള്ള കോളംസ് എത്ര ലെങ്ത്തിലാണോ അത് ഇഫക്റ്റീവ്ലി ബക്കിൾ ചെയ്തിരിക്കുന്നത്, ആ ബക്കിൾ ചെയ്തിരിക്കുന്ന പോർഷനിൽ ഞാനൊരു ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോളം ഇമാജിൻ ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് കോളം ഇതേപോലെ ബക്കിൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ അതിൻ്റെ കർവ് വരിക? സിമിലർ കർവ് തന്നെ ഇവിടെയും വരില്ലേ? അങ്ങനെയാണെങ്കിൽ ദിസ് ലെങ്ത് ഈസ് കോൾഡ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം. മനസ്സിലായോ? അതായത് ബാക്കിയുള്ള എൻഡ് കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷനിലുള്ള ഒരു കോളം എങ്ങനെ ബക്കിളാവുന്നു, ആ ബക്കിളാകുന്ന കണ്ടീഷൻ ഒറിജിനൽ കോളത്തിൽ എവിടെയാണ് വരുന്നത്? ഈ ബക്കിളാവുന്ന ഈ കർവ് ഒറിജിനൽ കോളത്തിൽ എത്ര ലെങ്ത്തിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം. ഓക്കെ. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം ഓരോ ഡിഫറെന്റ് ടൈപ്പ് കോളത്തിന്റെയും ഇഫക്റ്റീവ് ലെങ്ത്തിന്റെ കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വൺ ഫിക്സഡ് അതർ ഫ്രീ അല്ലെ? ഈ കണ്ടീഷനിൽ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ കോളം. അതായത് കോളത്തിന്റെ ആക്ച്വൽ ലെങ്ത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളം ബക്കിളാകുന്ന പോലെ ഞാൻ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ നമ്മുടെ ഒറിജിനൽ കോളം ഉള്ളൂ. അതുകൊണ്ട് ഇമാജിനറി ആയിട്ട് ഈ ബോട്ടം സൈഡിലേക്കും ഇങ്ങനെ ഒരു കോളം ഉണ്ട്, തല തിരിച്ച് വെച്ചിരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ കോളം ബക്കിളാകുന്ന കർവേച്ചർ നോക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് കോളം ബക്കിളാകുന്ന പോലെയായി. അത്രയൊന്നും അറിയേണ്ട ആവശ്യമില്ല, സിംപ്ലി ഇത് അറിഞ്ഞാൽ മതി. ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ടു ടൈംസ് ദ ഒറിജിനൽ ലെങ്ത് ഓഫ് ദ കോളം ആയിരിക്കും. കോളം ഇത്രയേ ഉള്ളൂ. ഇനി ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം ഇത് ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ ആണ്. അതിന്റെ ലെങ്ത് ഇത്ര തന്നെയായിരിക്കും. അപ്പോൾ ആ കോളത്തിന്റെ ലെങ്ത് തന്നെയായിരിക്കും. കാരണം അയാൾ ബക്കിളാവുന്നത് അയാളായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് ഇഫക്റ്റീവ് ലെങ്ത് ഈസ് എൽ തന്നെയായിരിക്കും. ഇനി വൺ ഫിക്സഡ് അതർ ഹിഞ്ച്ഡ്, ഈ കേസിൽ ഈ ഫിക്സഡ് എൻഡിൽ നിന്നൊരു സെർട്ടൺ ഡിസ്റ്റൻസ് മാറിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു എൻഡ് കണ്ടീഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബക്കിളിംഗ് തുടങ്ങുന്നത്. ദാറ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ 0.7 L. ശ്രദ്ധിക്കുക, ഇത് കുറച്ചും കൂടെ ഒന്ന് ആക്യുറസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു L/√2 എന്ന് പറയുന്നതായിരിക്കും നല്ലത്. L/√2. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആയിട്ടുള്ളൊരു കോളം ആണെങ്കിൽ
അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 0.5 L, അതായത് ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു വാട്ട്, L/2 മാത്രമേ ഉണ്ടാവുള്ളൂ. L/2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഈ ഓരോ കോളത്തിന്റെയും ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇഫക്റ്റീവ് ലെങ്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല റീപ്ലേസ് ചെയ്യാം. അതായത് ക്രിട്ടിക്കൽ ലോഡിന്റെ ജനറൽ ഫോർമുല ബിക്കംസ് പൈ സ്ക്വയർ ഈ ഐ മിനിമം വരെ കോമൺ ആണ്. അതെല്ലാ കേസിലും സെയിം തന്നെയാണ്. ആ ലെങ്ത്തിലാണ് വ്യത്യാസം വന്നത്. അപ്പോൾ നേരത്തെ എൽ സ്ക്വയർ എഴുതിയതിന് പകരം ഇപ്പൊ എന്ത് കൊടുക്കണം, ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ എന്നാക്കിയിട്ട് ആ ക്രിട്ടിക്കൽ ലോഡ് കാണാനുള്ള ഫോർമുല നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കോളത്തിന്റെയും എൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളവും ബക്കിൾ ചെയ്യുന്ന ലെങ്ത് ക്രിട്ടിക്കൽ ലോഡ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓരോ കേസിലും എഴുതാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബോത്ത് ഫിക്സഡ്. ബോത്ത് ഫിക്സഡിൽ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ എത്രയാണ്, L/2 ആണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ L/2 ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ എൽ സ്ക്വയർ എന്നായിട്ട് മാറി. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ വൺ ഫിക്സഡ് അതർ ഹിഞ്ച്ഡ്, വൺ ഫിക്സഡ് ആൻഡ് അതർ ഹിഞ്ച്ഡ്. ഈ കേസിൽ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ എത്രയാണ്, L/√2 ആണ്. Therefore critical load is equal to പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ L/√2 സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ എൽ സ്ക്വയർ എന്നായിട്ട് മാറി. ഇനി ബോത്ത് ഹിഞ്ച്ഡ്, ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L തന്നെയാണ്. ഇതാണ് ഓയിലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമുല, ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ എൽ സ്ക്വയർ എന്നുള്ളത്. ഇനി വൺ ഫിക്സഡ് അതർ ഫ്രീ, ഈ കേസിലെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2 ടൈംസ് L ആണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഈ ഐ മിനിമം ബൈ 2L ദി ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് 4L സ്ക്വയർ. ഓക്കെ, ഇനി കമ്പയർ ചെയ്ത് നോക്കൂ. കണ്ടോ, അതായത് സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള ബോത്ത് എൻഡ്സ് ഹിഞ്ചിന്റെ 4 ടൈംസ് ക്രിട്ടിക്കൽ ലോഡ് ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ലോഡിൽ, അതായത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കോളം ഒരു 100 കിലോ ന്യൂട്ടണിൽ ബക്കിളായി കഴിഞ്ഞാൽ 400 കിലോ ന്യൂട്ടണിൽ ആര് ബക്കിളാവുള്ളൂ, ഇതേ കോളത്തിന്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബക്കിളാവുള്ളൂ. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മാറി. 400 കിലോ ന്യൂട്ടൺ വരെ ലോഡ് അതിന് താങ്ങാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ട്വൈസ് ദ ലോഡ്, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷന്റെ 2 ടൈംസ് പൈ സ്ക്വയർ എ ബൈ എൽ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ 200 കിലോ ന്യൂട്ടണിലായിരിക്കും അത് ബക്കിളാവുക. ഇനി വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ നോക്കൂ, അത് 4/1 ലോഡിൽ തന്നെ ബക്കിളാവും. അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 100 കിലോ ന്യൂട്ടണിൽ ബക്കിളാകുമ്പോൾ അതിന്റെ ഒരെൻഡ് ഫിക്സ് ചെയ്ത് അടുത്ത എൻഡ് ഫ്രീ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെറും 25 കിലോ ന്യൂട്ടണിൽ തന്നെ ബക്കിളായി തുടങ്ങും. അതാണ് ലീസ്റ്റ് സ്ട്രെങ്ത് ഉള്ള കോളം. മനസ്സിലായോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ക്രിപ്ലിംഗ് ലോഡ് ഓഫ് കോളം എ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് കോളം ബി. ഈ രണ്ട് കോളത്തിന്റെയും ഹൈറ്റ് സെയിം ആണ്, അതായത് എൽ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അത് ഏതൊക്കെ കോളത്തിന്റെ കേസിലാണ് ഒരു കോളത്തിന്റെ ക്രിട്ടിക്കൽ ലോഡിന്റെ ഇരട്ടി അടുത്ത കേസ് വരുന്നത്? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. നോക്കൂ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എന്താണ്, പൈ സ്ക്വയർ എ ബൈ എൽ സ്ക്വയർ ആണ്. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ 4 പൈ സ്ക്വയർ എ ബൈ എൽ സ്ക്വയർ ആണ്. അവിടെ 4 ടൈംസ് ആണ് വരുന്നത് അല്ലെ. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇത് 4 ടൈംസ് ആണ് വരിക. നമുക്ക് വേണ്ടത് ഹാഫ് ആണ് വേണ്ടത്. വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ, അതിന്റെ എത്രയാണ് വരിക, പൈ സ്ക്വയർ ഇ ഐ ബൈ വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ 4L സ്ക്വയർ. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ്. അതായത് 4/4 ഉള്ളൂ. ബോത്ത് എൻഡ്സ് ഫിക്സഡ് അതർ എൻഡ് ഫിക്സഡ് ആൻഡ് ഫ്രീ. ബോത്ത് എൻഡ്സ് ഫിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ സ്ക്വയർ ഇ ഐ ബൈ 4 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ്. വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ പൈ സ്ക്വയർ ഇ ഐ ബൈ 4L സ്ക്വയർ ആണ്. അവിടെയും ഈ റേഷ്യോ ഹാഫ് എന്ന് പറയുന്ന റേഷ്യോ വരുന്നില്ല. വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ്സ് ഫിക്സഡ്. ആദ്യത്തെ കേസിൽ എത്രയാണ്, പൈ സ്ക്വയർ ഇ 2 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് വരിക. ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണെങ്കിൽ 4 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. അപ്പൊ ഇതിനെ ഞാൻ കോളം എ എന്നും ഇതിനെ കോളം ബി എന്നും ഞാൻ വിളിക്കുകയാണെങ്കിൽ കോളം ബിയുടെ ഹാഫ് അല്ലേ ഉള്ളൂ കോളം എയുടെ ക്രിട്ടിക്കൽ ലോഡ്. അപ്പൊ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആകുമ്പോൾ ട്വൈസ്
വാല്യൂ ആണ്. അതുപോലെ തന്നെ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് വരുന്നത്. അപ്പോൾ കോളം എയുടെ ഹാഫ് അല്ലെങ്കിൽ കോളം ബിയുടെ ഹാഫ് വാല്യൂ ആണ് കോളം എക്കുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഈസ് ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് എൽ ഫോർ എ പിൻ എൻഡഡ് സ്റ്റീൽ കോളം having a cross section of 60 mm by 100 mm for which Euler's formula applies. Take Young's modulus of steel ES 2 into 10 to the power 5 Newton per millimeter square and critical proportional limit is 250 Newton per millimeter square. Options 6000 mm, 2500 mm, 2000 mm, 1539 mm. അപ്പോൾ ഒന്നും പഠിക്കാതെ പോകുന്നവർ ചില ഗസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ 3 ഓപ്ഷൻസ് വളരെ നല്ല റൗണ്ട് ഫിഗേഴ്സ്, ലാസ്റ്റ് ഓപ്ഷൻ മാത്രം ഒരു മാറി നിൽക്കുന്നു. അപ്പോൾ അതായിരിക്കും ആൻസർ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല, ഒരു ലക്ക് വരണമെന്നില്ല. ഇതിൽ ആൻസർ എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡി തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ഷോർട്ടസ്റ്റ് ലെങ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിൻ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്നാണ് അതിനർത്ഥം. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കോളത്തിനാണ് പിൻ എൻഡഡ്. പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിഞ്ച്ഡ് ഹിഞ്ചിനെയാണ് നമ്മൾ പിൻ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാവിങ് ക്രോസ് സെക്ഷന്റെ വാല്യൂ അതുകൊണ്ട് ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഓയിലേഴ്സ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് കോളത്തിലാണ്. അപ്പോൾ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല പിൻ എൻഡഡ് അല്ലെങ്കിൽ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് ഓയിലേഴ്സിന്റെ ഇഫക്റ്റീവ് ലെങ്ത് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ ലെങ്ത് തന്നെയായിരിക്കും. യങ്സ് മോഡുലസ് എന്നത്. ഇനി പുതിയതായിട്ട് നമുക്ക് പറയാനുള്ള ടേമാണ് ക്രിട്ടിക്കൽ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓയിലേഴ്സ് ഫോർമുല എന്തായിരുന്നു? ഓയിലേഴ്സ് ഫോർമുല വാസ് ക്രിട്ടിക്കൽ ലോഡ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ മിനിമം ബൈ ലെങ്ത് സ്ക്വയർ. ജനറൽ ഫോർമുലയായിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഇഫക്റ്റീവ് ലെങ്ത് എൽ ഇ എന്ന് വിളിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? കെ എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ എ. ഒരു ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സിസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് സിംപ്ലി അതിന്റെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടേം. ഇതല്ലാതെ അതിനൊരു ഫിസിക്കൽ മീനിങ് ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സിംപ്ലി മനസ്സിലാക്കുക കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. പക്ഷെ നമുക്ക് ഈ ഫോർമുലയിൽ വേണ്ടത് മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മിനിമം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി എനിക്ക് കിട്ടുന്ന റേഡിയസ് ഓഫ് ഗൈറേഷനും എന്തിനായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഐ മിനിമം? ഐ മിനിമം ഇസ് ഈക്വൽ ടു കെ മിനിമം സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതി കൂടെ അല്ലെ? ഞാൻ ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആവും. റൂട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സിംപ്ലി ഐ മിനിമം ഇസ് ഈക്വൽ ടു കെ മിനിമം സ്ക്വയർ ഇൻറ്റു എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പി ക്രിട്ടിക്കൽ ബിക്കംസ് പൈ സ്ക്വയർ ഇ. ഐ മിനിമത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? കെ മിനിമം സ്ക്വയർ ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഇങ്ങനെയായിട്ട് മാറും. ഇതിനെ ഞാൻ ഈ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പി ക്രിട്ടിക്കൽ ഡിവൈഡഡ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ മിനിമം മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറി? കെ ആയിട്ട് മാറി. കെ മിനിമം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഈ ഒരു ഫോർമുല കുറച്ചുകൂടെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഇ. ഈ കെ മിനിമത്തിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഞാൻ എൽ ഇഫക്റ്റീവ് ബൈ കെ മിനിമം ഓൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഇങ്ങനെയായിട്ട് എഴുതാം അല്ലെ? രണ്ട് സ്ക്വയറുള്ള ടേമാണ്, ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എഴുതിയെന്ന് മാത്രം. വാട്ട് ഈസ് ക്രിട്ടിക്കൽ ലോഡ് ബൈ ഏരിയ? ഒരു കോളത്തിൽ ശ്രദ്ധിക്കാം, ഒരു കോളം, ഇതൊരു ലോങ് കോളം ആണെന്ന് വിചാരിക്കാം. ഒരു രണ്ടെണ്ണം ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളമാണ്. ഓക്കെ, ഈ കോളത്തിലെ ആക്സിയിൽ ഞാൻ കൊടുക്കുന്ന ലോഡാണ് എന്ത്? പി എന്ന് പറയുന്നത്. ഈ പിയുടെ വാല്യൂ എപ്പോഴാണോ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എത്തുന്നത് അതിനുശേഷം ആ കോളം ബക്കിൾ ചെയ്ത് തുടങ്ങുന്നു. ആ വാല്യൂ ആണെന്ത്? ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിട്ടിക്കൽ ലോഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴാണ് ഒരു മെറ്റീരിയലിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി എന്തിന് ഈക്വൽ ആയിരിക്കും? ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഞാൻ ക്രിട്ടിക്കൽ ലോഡാണ് കോളത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലോഡ് തന്നെയായിരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർ ഏരിയ ആണെന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ക്രിട്ടിക്കൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും, ക്രിട്ടിക്കൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്ട്രെസ്, അതാണ് നമുക്ക് ഡാറ്റ തന്നിരിക്കുന്നത്. ക്രിട്ടിക്കൽ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം. ഓക്കെ, ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ബക്ലിംഗ് സ്ട്രെസ് എന്നൊക്കെ പറയും. ബക്ലിംഗ് സ്ട്രെസ് ആ ടേമാണ് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്നുള്ള ടേമിൽ. എന്താണ് പ്രപ്പോർഷണൽ ലിമിറ്റ്? ഏത് ലിമിറ്റ് വരെയാണോ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിട്ടിരിക്കുന്നത്, ദാറ്റ് ലിമിറ്റ് ഈസ് കോൾഡ് പ്രപ്പോർഷണൽ ലിമിറ്റ്. സാധാരണ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇലാസ്റ്റിക് റീജണ് വെളിയിലേക്ക് നമ്മൾ സാധാരണ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാറില്ല. വിത്തിൻ പ്രപ്പോർഷണൽ ലിമിറ്റ്, അതായത് ഹുക്സിലോ വാലിഡ് ആകുന്ന ലിമിറ്റ് വരെ മാത്രമേ നമ്മൾ സാധാരണ മെറ്റീരിയലിനെ ഡിസൈൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ലിമിറ്റ് നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റ് ആയിട്ട് എടുക്കുന്നത്. Therefore ക്രിട്ടിക്കൽ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബോഡിയുടെ ക്രിട്ടിക്കൽ ബക്ലിംഗ് സ്ട്രെസ് തന്നെയാണ്. അത് പി ക്രിട്ടിക്കൽ ബൈ ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് ഡാറ്റ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ ഫോർമുലയിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടേംസ് പരിശോധിച്ച് കഴിഞ്ഞാൽ പൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം അത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ഓൾറെഡി യങ്സ് മോഡുലസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് സ്റ്റീൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇനി ഇഫക്റ്റീവ് ലെങ്ത് ബൈ കെ മിനിമം. ഈ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്ന കോളത്തിന്റെ ലെങ്ത് അതൊരു ഡയമെൻഷൻ ആണ്. ഇനി വാട്ട് ഈസ് കെ മിനിമം? കെ മിനിമം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ആണ്. കാരണം കെ മിനിമം നമുക്ക് എങ്ങനെ കിട്ടിയത്? കെ മിനിമം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് കെ മിനിമം. അങ്ങനെയാണെങ്കിൽ അതും ഒരു ക്രോസ് സെക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫക്റ്റീവ് ലെങ്ത് ബൈ കെ മിനിമം എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ ലെങ്തിനെയും അതുപോലെ തന്നെ അതിന്റെ എൻഡ് കണ്ടീഷൻസ്, ഇഫക്റ്റീവ് ലെങ്ത് എൻഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ അതിന്റെ ക്രോസ് സെക്ഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അല്ലാതെ അത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് അലുമിനിയം കോളമാണെങ്കിലും സ്റ്റീൽ കോളമാണെങ്കിലും ഒക്കെ ഇതിന്റെ ലെങ്ത്തും ക്രോസ് സെക്ഷനും ഒരുപോലെ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു റേഷ്യോ എഫക്റ്റീവ് ലെങ്ത് ബൈ കെ മിനിമം എന്ന് പറയുന്ന റേഷ്യോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, സെയിം വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റേഷ്യോ effective length by K minimum is called slenderness ratio of the column. Slenderness ratio of the column. S എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക, slenderness ratio of the column. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ഇങ്ങനെയായിട്ട് മാറും. ക്രിട്ടിക്കൽ ബക്ലിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ സ്ലെൻഡർനെസ് റേഷ്യോ സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഇയുടെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്ട്രെസ്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 250 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. 250 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കണം. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം ബൈ കെ മിനിമം ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം ഇവിടെ എൽ തന്നെയാണ്. കാരണം പിൻ എൻഡഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആയിട്ടുള്ള ഒരു കോളത്തിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ തന്നെയാണ്. ഇനി കെ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐ മിനിമം ഡിവൈഡഡ് ബൈ ഏരിയ. ശ്രദ്ധിക്കുക, ഇതൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള കോളമാണ്. ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ കോളത്തിന്റെ സെന്റർ ആയിരിക്കും അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന ടേം അല്ലെ, സെൻട്രോയിഡ്. ആ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും. അങ്ങനെയാണെങ്കിൽ ഈ ഡയമെൻഷൻ 60, ഈ ഡയമെൻഷൻ എത്രയാണ്? 100 ആണ് തന്നിരിക്കുന്നത് അല്ലെ, 100. ഓക്കെ, 100. ഏത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും മിനിമം? എക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും, വൈയിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും മിനിമം. അതായത് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ 100 × 60³/12 എന്നാണ്. വേറൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 60 × 100³/12 ആണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം? ഏത് ആക്സിസിലാണോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുന്നത് അതിന് പാരലൽ × പെർപെൻഡിക്കുലർ ³/12. അപ്പോൾ ഇവിടെ ഞാൻ 100 × 60³/12 എന്ന് എഴുതിയിരിക്കുന്നത് വൈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. കാരണം വൈക്ക് പാരലാണ് 100. ഇനി ഇത് എക്സ് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് 60 × 100³/12. ഒബിയസ്ലി ഏത് കേസിലാണോ ചെറിയ നമ്പറിന്റെ ക്യൂബ് ഞാൻ എടുക്കുന്നത് ആ വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും മിനിമം. അതുകൊണ്ട് വൈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഞാൻ ഇവിടെ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് എടുക്കേണ്ടത്. Therefore ഐ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60³ × 100 ഡിവൈഡ് ബൈ 12 എന്ന് വരും. ഇതിന് ഞാൻ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ദാറ്റ് ഈസ് 60 into 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Therefore this is equal to എന്ത് വരും? ഒരു 60 ക്യാൻസൽ ആയി പോയി. അപ്പോൾ 60 സ്ക്വയർ 100 ഓൾറെഡി ക്യാൻസൽ ആയി പോയി. 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ് വരിക. 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇതിന് എനിക്ക് വേണമെങ്കിൽ 60 into 60, അത് വേണ്ട, നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ എഴുതാം. 60 into 100. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കെ എന്ന് പറയുന്ന ടേം വരും അല്ലേ? അപ്പോൾ കെ മിനിമം എന്ന് പറയുന്ന ടേം വരും. സോ കെ മിനിമം ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ റൂട്ട് 12 എന്ന് വരും. 60 ഡിവൈഡഡ് ബൈ റൂട്ട് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4 into 3 എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2 into റൂട്ട് 3. ഇതാണ് നിങ്ങൾക്ക് ആൻസർ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ന് എഴുതാം. 30 ഡിവൈഡഡ് ബൈ റൂട്ട് 3, ഇത്രയും മില്ലിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കെ മിനിമത്തിന്റെ വാല്യൂ. ഇപ്പൊ കെ മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ലെങ്ത് ഓഫ് ദ കോളം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, സോറി, ലെങ്ത് ഓഫ് ദ കോളം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആകെ ഒരു അൺനോണേ നമ്മുടെ ഇക്വേഷനിലുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ സി ആർ എന്ന് പറയുന്നത് 250 ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു 2 into 10 to the power 5 ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്ലെൻഡർനെസ് റേഷ്യോയുടെ സ്ക്വയർ ആണ് വേണ്ടത്. സ്ലെൻഡർനെസ് റേഷ്യോയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ലെങ്ത് ബൈ കെ മിനിമം സ്ക്വയർ. ഇഫക്റ്റീവ് ലെങ്ത് വെച്ചാൽ എൽ, കെ മിനിമം എന്ന് വെച്ചാൽ 30 ബൈ റൂട്ട് 3. ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു 2 into 10 to the power 5 ഇൻറ്റു ഈ ടേം മുകളിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. 30 ബൈ റൂട്ട് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് എഴുതാം. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് മാത്രം. ഇതിൽ നിന്നാണ് നിങ്ങൾ എൽ കണ്ടുപിടിക്കേണ്ടത്. ദെയർഫോർ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു 2 into 10 to the power 5 ഇൻറ്റു 30 ബൈ റൂട്ട് 3 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സ്ക്വയർ എന്ന് വെച്ചാൽ 30 സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 തന്നെയാണ്. ഇനി എന്താണ് വരുന്നത്? അവിടെ 250 എന്ന് വരും, ഇൻറ്റു 250. ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ കിട്ടും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ ആ സ്ക്വയർ വരുന്ന ടേംസ് ഒക്കെ നമുക്ക് ഓൾറെഡി വെളിയിലേക്ക് എഴുതാം. അപ്പോൾ പൈ സ്ക്വയർ എന്നുള്ളത് റൂട്ട് വരുമ്പോൾ പൈ ആയിട്ട് മാറി, 30 സ്ക്വയറിന്റെ റൂട്ട് 30 ആയിട്ട് മാറി. ഇനി 2 into 10 to the power 5, ഇവിടെ ഒരു 0 ക്യാൻസൽ ആയി പോയി, 10 to the power 4 ആയിട്ട് മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു 5 കൂടെ വരും. മുകളിൽ ഒരു റൂട്ട് 2 ആണ് വരുന്നത്, റൂട്ട് 2. ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് 3യും കൂടെ വരും, റൂട്ട് 3. ഈ 3യുടെ ഒരു റൂട്ടും കൂടെ വരും. പിന്നെ 10 to the power 4ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 100 ആണ്. ഇത്രയും കാര്യം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയും സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1539 മില്ലിമീറ്റർ എന്നാണ് വരിക. 1539 മില്ലിമീറ്റർ, അതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡി ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ കിട്ടി. ഒന്ന്, ഓയിലേഴ്സ് ഫോർമുലയിൽ നിന്ന് ക്രിട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കിട്ടി. ക്രിട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ സ്ക്വയർ ഇ ബൈ സ്ലെൻഡർനെസ് റേഷ്യോ സ്ക്വയർ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ലെങ്ത് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗറേഷൻ. എങ്ങനെയാണ് മിനിമം റേഡിയസ് ഓഫ് ഗറേഷൻ കാണാം? സ്ക്വയർ റൂട്ട് ഓഫ് മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം റേഡിയസ് ഓഫ് ഗറേഷൻ കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെങ്ത് എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. അത് തിൻ സിലിണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണ്. എ തിൻ walled spherical shell is subjected to an internal pressure. If the radius of the shell is increased by 1% with the internal pressure remaining the same, the percentage change in the hoop stress is 1%, 1.25%, 3%, 2%. അപ്പോൾ നമുക്കറിയാവുന്നവരെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, അതായത് 1% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ഫെറിക്കൽ ഷെല്ലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഫെറിക്കൽ ഷെല്ല്, അതുപോലെ തന്നെ തിൻ വോൾഡ്, ഇന്റേണൽ പ്രഷർ, അതുപോലെ തന്നെ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്ന ചില ടേംസുകൾ നമുക്ക് പരിചയപ്പെടണം. എന്താണ് ഇതിന്റെ മീനിങ്? അല്ലെങ്കിൽ ഈ ഷെല്ലുകൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനെ ഒരു സർട്ടൺ പ്രഷറിൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എക്സ്പോസ്ഡ് ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലോ ഒരു ഹൈ പ്രഷറിലോ ലോ പ്രഷറിലോ ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. സാധാരണ രണ്ട് തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. സിലിണ്ടറിക്കൽ ഷെല്ലുകളും അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷെല്ലുകളുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഒരു ഷെല്ലാണ്. അതിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതൊരു ഇനി ഇൻഡസ്ട്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ, അതുപോലെ തന്നെ ഏതെങ്കിലും ലിക്വിഡിനൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന പൈപ്പ്, അതും ഒരു
തരത്തിൽ ഒരു ഷെല്ല് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്യണം. ഒരു സിലിണ്ടറിക്കൽ ഷെല്ല്, ഒരു സിലിണ്ടറിന്റെ 2 ഡയമെൻഷൻ ആണുള്ളത്. ഒന്ന് അതിന്റെ റേഡിയസ്, പിന്നെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന 2 ഡയമെൻഷൻ അല്ലെ. 3 ഡയമെൻഷനിൽ എന്ന് പറയുന്നതിൽ 2 ഡയമെൻഷനും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. ബാക്കിയുള്ള ഒരു ഡയമെൻഷൻ ആണ് ലെങ്ത് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു ഹൈ പ്രഷറിൽ ഒരു ഫ്ലൂയിഡ് ഞാൻ നിറയ്ക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഇതിന്റെ ഇന്റേണൽ സർഫസിലെ മൊത്തം പിടിച്ച് വെളിയിലേക്ക് തള്ളാനായിട്ട് ശ്രമിക്കും. അതിന്റെ മേലെ മൊത്തമായിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ എന്തിനായിരിക്കും ആ ഫ്ലൂയിഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുക? വെളിയിലേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ വോൾസിൽ, ആ കണ്ടെയ്നറിന്റെ വോൾസിൽ മൊത്തമായിട്ട് അതൊരു ഒരു ഇന്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷറാണ് ഇന്റേണൽ പ്രഷർ പി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള ക്രാക്കുകൾ ഒരു കണ്ടെയ്നറിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സർക്കംഫറൻഷ്യലി ഇങ്ങനെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിനെ 2ആയിട്ട് അത് ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം. ലെങ്ത് വൈസ് ആയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ പിടിച്ച് വെളിയിലേക്ക് തള്ളാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. ഈ 2 ഭാഗത്തും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നല്ല പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വെച്ചിരിക്കുക. അപ്പോൾ ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഈ ആക്സിയലും അതിനെ പിടിച്ച് വെളിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. അതായത് ആ 2 എൻഡ് കവറുകൾ എന്നാണ് ഇതിനെ പറയാം. എൻഡ് കവർ. ഈ എൻഡ് കവറിനെയും പിടിച്ച് വെളിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സർക്കംഫറൻഷ്യലുള്ള കർവ്ഡ് സർഫസിനെയും പിടിച്ച് വെളിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എൻഡ് കവറിലുള്ള ആ ഒരു ഫോഴ്സ് വളരെയധികം സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഇത് 2ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇതാണ് സർക്കംഫറൻഷ്യൽ ക്രാക്ക് എന്ന് പറയുന്നത്. സർക്കംഫറൻഷ്യൽ ഫെയിലിയർ അതിന് സംഭവിച്ചു എന്ന് നമ്മൾ പറയും. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി അതിങ്ങനെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ബോട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാം. അതിങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരിക. ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഒരു കേസ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് ആണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക്. അത് നിങ്ങളൊരു സിലിണ്ടർ നിർമ്മിക്കാൻ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു A4 ഷീറ്റ് തന്നിട്ട് ഒരു സിലിണ്ടർ നിർമ്മിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ മടക്കിയിട്ട് അങ്ങനെ ഒരു പശ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാപ്പിൾ ചെയ്തിട്ടോ ഒക്കെ ഇങ്ങനെ ഒട്ടിക്കും. ആ ഒട്ടിക്കുന്ന ഭാഗം വിട്ടുപോകുന്ന കേസാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണം ഈ ഒരു സർക്കംഫറൻഷ്യൽ, അതായത് കർവ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു പ്രഷർ കാരണമാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 എൻഡ് കവറുകളിലുള്ള ആക്ട് ചെയ്യുന്ന പ്രഷറുകൾ അതിനെന്ത് ചെയ്യാം? ലോഞ്ചിറ്റ്യൂഡിനലി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കംഫറൻഷ്യൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതിനെ സർക്കംഫറൻഷ്യൽ, അതായത് ഇങ്ങനെ വെളിയിൽ ഒരു സ്പ്ലിറ്റിംഗ് വരുന്ന കേസ്, ഇതാണ് സിലിണ്ടർ എങ്കിൽ ഈ മുകളിൽ ഇത്തരത്തിലൊരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്ന കേസ്. അങ്ങനെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണെന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് കാരണമായിട്ടുള്ളത് ഈ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിന്റെ കർവ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് അതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണ് ഒരു മെറ്റീരിയലിൽ ഫെയിലിയർ സംഭവിക്കുക? ഒരു മെറ്റീരിയലിന് അതിന് ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ സ്ട്രെസ്സുകൾ ഒരു പരിധി വിടുമ്പോഴാണ് അതിനൊരു ഫെയിലിയർ സംഭവിക്കുക. മനുഷ്യനായാലും അങ്ങനെയല്ലേ? നമ്മുടെ മേലെയുള്ള വർക്ക് പ്രഷറോ അല്ലെങ്കിൽ വാട്ടെവർ നമ്മുടെ ലൈഫിലുള്ള പ്രഷർ ഒരു പരിധി വിടുമ്പോൾ അതിനൊക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ് ഒരു പരിധി വിടുമ്പോഴാണ് നമ്മൾക്കായാലും ഒരു ക്രാക്ക്, നമ്മുടെ മൈൻഡിന് ഒരു ക്രാക്ക് വരുന്നത്. അതേപോലെ തന്നെ ഒരു മെറ്റീരിയലിൽ ഇതേപോലെ തന്നെ എന്ത് സംഭവിക്കാം? ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാം. ഈ ക്രാക്ക് വരുന്നതിന് കാരണം ഓരോ തരത്തിലുള്ള സ്ട്രെസ്സുകളാണ്. അപ്പൊ അത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സർക്കംഫറൻഷ്യൽ ഫെയിലിയർ സംഭവിക്കുന്നതിന്റെ കാരണം when the stress due to external load, internal pressure exceeds certain value അല്ലെ? അത് ഏത് സ്ട്രെസ് ആണ് ഇതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അതായത് ഈ മെറ്റീരിയലില് ആ 2 എൻഡ് കവറുകളിൽ അത് പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ആ സർക്കംഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ആ സർക്കംഫറൻസിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. സർക്കംഫറൻസിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് അല്ലെ? ഈ പ്രഷറിനെ ക്യാരി ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ സർക്കംഫറൻസിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാണാനുള്ള ഫോർമുല ഇതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു PD/4T. ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ കേസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കാണാനുള്ള ഫോർമുലയാണ് PD/4T എന്ന് പറയുന്നത്.
പി എന്ന് വെച്ചാൽ അതിന്റെ ആക്ട് ചെയ്യുന്ന ഇന്റേണൽ പ്രഷർ, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ, ടി എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ് ആണ്, തിക്നെസ്. ഇനി ശ്രദ്ധിക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ഇതിന് കാരണമായിട്ടുള്ളത് സ്ട്രെസ് ആണ്, ഹൂപ്പ് സ്ട്രെസ്. അപ്പൊ എപ്പോഴാണോ ഈ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൂപ്പ് സ്ട്രെസ് ഒരു പരിധി വിടുന്നത്, അത് ആ മെറ്റീരിയൽ ഫെയിലിയർ സംഭവിക്കുന്നു. ഏത് ഫെയിലിയർ? ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ സംഭവിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ കർവ്ഡ് സർഫസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ കർവ്ഡ് സർഫസ്, ഈ കർവ്ഡ് സർഫസിൽ ഒരു സെർട്ടൺ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ആ കർവ്ഡ് സർഫസിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണെന്ത്? ഈ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കുംഫറൻഷ്യൽ സ്ട്രെസ് എന്നും അതിനെ പറയും. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ആ സർക്കുംഫറൻസിൽ കൂടെയാണ് ആ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹൂപ്പ് സ്ട്രെസ്. ഇപ്പോൾ ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2t എന്ന് പറയുന്നത്. സർക്കുംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് ഈസ് ഗിവൺ ബൈ പി ഡി ബൈ 2t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്വൈസ് സിഗ്മ എൽ ആണ്. ഞാൻ പറയുന്നതൊക്കെ സിലിണ്ടറിന്റെ കേസിലാണ്. സിലിണ്ടറിക്കൽ ഷെല്ലുകളുടെ കേസിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് ട്വൈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഈ സ്ട്രെസ് ആണ് കൂടുതൽ, അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ അപേക്ഷിച്ച് ഇരട്ടി വാല്യൂ ആണ് ഹൂപ്പ് സ്ട്രെസ്സിനുള്ളത്. അതായത് ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ ഞാനൊരു സെർട്ടൺ പ്രഷർ പി ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർക്കുംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ വാല്യൂയേക്കാൾ ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഇയാൾ കാരണമല്ലേ. ഹൂപ്പ് സ്ട്രെസ് ആണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൂപ്പ് സ്ട്രെസ് ആയിരിക്കും ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ ബേസിൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒരു സ്ഫെറിക്കൽ ഷെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ? സ്ഫെറിക്കൽ ഷെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഇല്ല. അതിന്റെ 3 ഡയമെൻഷൻ ആണെങ്കിലും റേഡിയസ് തന്നെയാണ് അതിന്റെ എല്ലാ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുംഫറൻഷ്യൽ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നില്ല. സിംപ്ലി സർക്കുംഫറൻഷ്യൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയില്ല. അതുകൊണ്ട് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് തന്നെയാണ്. പക്ഷേ ഈ ടേം അവിടെ പറയാറില്ല, കാരണം ലെങ്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഇതിന് ആകെ ഒരു സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗിവൺ ബൈ പി ഡി ബൈ 40. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? പി ഡി ബൈ 40 ആയിരിക്കും. അപ്പോൾ സിലിണ്ടറിക്കൽ ഷെല്ലിലെ 2 സ്ട്രെസ്സുകളെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പറയും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വിച്ച് ഇസ് ഗിവൺ ബൈ പി ഡി ബൈ 40. ഇനി സർക്കുംഫറൻസിൽ കൂടെ ആക്ട് ചെയ്യുന്ന സർക്കുംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് വിച്ച് ഈസ് പി ഡി ബൈ 2t. അപ്പോൾ അതിൽ പി ഡി ബൈ 2tയുടെ വാല്യൂ ആണ് വലുത്, വിച്ച് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അതുകൊണ്ട് സിലിണ്ടറിക്കൽ ഷെല്ലിന്റെ ബേസിൽ, ഡിസൈൻ ബേസിൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് ആണ്. ഇനി സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസ് വരുമ്പോൾ അതിന് ലെങ്ത് എന്ന് പറയുന്ന ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ആകെ സർക്കുംഫറൻസിൽ കൂടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് മാത്രമേ അതിന് പറയുള്ളൂ, വിച്ച് ഈസ് ഗിവൺ ബൈ പി ഡി ബൈ 40. ഓക്കെ, ഇത്രയും ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു തിൻ വോൾഡ് സ്ഫെറിക്കൽ ഷെല്ല്. അപ്പൊ എപ്പോഴും ഈ തിൻ വോൾഡ്, ഇനി ഷെല്ലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് തിൻ ആൻഡ് തിക്ക്, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് when the diameter, internal diameter to the thickness ratio is greater than or equal to 20, this is called a thin cylindrical shell. A thin shell, spherical ആയാലും cylindrical ആയാലും thin shell എന്നാണ് അതിനെ പറയാം. when the diameter to thickness ratio is less than 20, it is considered as a thick shell. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഏത് മെറ്റീരിയൽ എടുത്താലും അതിനൊരു വളരെ ചെറിയ തിക്നെസ് ഉണ്ടായിരിക്കും, അല്ലെ? ഒരു A4 ഷീറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനും ചെറിയൊരു തിക്നെസ് ഉണ്ട്, പക്ഷെ നെഗ്ലിജിബിൾ ആണെന്ന് മാത്രം. ഇതാണ് ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡി. ഇതാണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഡി ബൈ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ടൈംസ് ടി, അല്ലേ? അതായത് ഈ തിക്നെസിന്റെ 20 ടൈംസ് വാല്യൂ നിങ്ങൾ എടുത്താലും അപ്പോഴും ഗ്രേറ്റർ ആയിട്ട് ആരാ നിൽക്കുന്നത്? ഈ ഡയമീറ്റർ ആണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിയുടെ വാല്യൂ, ടിയുടെ വാല്യൂ, തിക്നെസിന്റെ വാല്യൂ വളരെ ചെറുതെന്നല്ല എൻ്റെ അർത്ഥം. അതാണ് തിൻ ഷെൽ എന്ന് പറയുന്നത്. ഇനി ഡി ബൈ ടി ഈസ് ഗ്രേറ്റർ ലെസ് ദാൻ 20, അതായത് ഇതാണ് ഒരു തിക്ക് ഷെല്ല്. ഇതാണ് അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ ഡി, ഇതാണ് അതിന്റെ തിക്നെസ് ടി. അപ്പോൾ ഡി ഈസ് ലെസ് ദാൻ 20 ടൈംസ് തിക്നെസ് എന്ന് വെച്ചാൽ തിക്നെസിന്റെ 20 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് വലുത് കമ്പയർഡ് ടു ഇന്റേണൽ ഡയമീറ്റർ എങ്കിൽ അതിനെ നമ്മൾ തിക്ക് ഷെല്ല് എന്നാണ് പറയാം. അപ്പൊ തിക്കിന്റെ കാര്യം തൽക്കാലം നമുക്ക് പഠിക്കാനില്ല, നമ്മൾ തിന്നിന്റെ കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. തിന്നിന് തന്നെ നമ്മൾ സിലിണ്ടറിക്കലും വരാം, സ്ഫെറിക്കലും വരാം. 2 തരത്തിലുള്ള സ്ട്രെസ്സുകളും ആലോചിച്ച് വയ്ക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസാണ്. സ്ഫെറിക്കൽ ഷെൽ, തിൻ സ്ഫെറിക്കൽ ഷെൽ.
ഇതിൻ്റെ ഇന്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ 1%. അപ്പോൾ അതിന് നമുക്ക് ആകെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു പി ഡി ബൈ 40 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഇതിനെനിക്ക് റേഡിയസിന്റെ ടേംസിലേക്ക് മാറ്റൂടെ, പി ഇൻറ്റു ട്വൈസ് റേഡിയസ് ഡിവൈഡഡ് ബൈ 40 എന്ന് മാറ്റാം, വിച്ച് ഇസ് ഈക്വൽ ടു പി ആർ ബൈ 2t എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതിൽ റേഡിയസ് 1% ഇൻക്രീസ് ചെയ്ത് പി എന്ന് പറയുന്ന ടേം റിമൈനിങ് ദ സെയിം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹൂപ്പ് സ്ട്രെസ്. ഇവിടെ രണ്ട് ടേംസ് ആക്ച്വലി വരുന്നുണ്ട്, പിയും ടിയും. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് കീപ്പ് ചെയ്തു എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിഗ്മ എച്ച് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷൻ ആണ്? റേഡിയസിന് പ്രപ്പോർഷൻ ആണ്. അപ്പോൾ R1 റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിലെ ഹൂപ്പ് സ്ട്രെസ് സിഗ്മ H1 ആണെന്ന് വിചാരിക്കാം. R2 റേഡിയസ് ഉള്ള ഒരു ഷെല്ലിലെ ഹൂപ്പ് സ്ട്രെസ് സിഗ്മ H2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? സിഗ്മ H1 ഈസ് പ്രപ്പോർഷൻ ടു R1 എഴുതാം, സിഗ്മ H2 ഈസ് പ്രപ്പോർഷൻ ടു R2 എന്നും എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ സിഗ്മ H1 ബൈ സിഗ്മ H2 ഇസ് ഈക്വൽ ടു വാട്ട്? R1 ബൈ R2. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഷെല്ലിന്റെ റേഡിയസിൽ നിന്ന് 1% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1% എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 0.01 ഈക്വൽ ആണ് അല്ലെ? Therefore സിഗ്മ H1 ബൈ സിഗ്മ H2 ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഷെല്ലിന്റെ റേഡിയസ് ഞാൻ R എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R-ന്റെ കൂടെ ഞാൻ എത്ര ഇൻക്രീസ് ചെയ്തു? 0.01 R ഇൻക്രീസ് ചെയ്തു അല്ലെ? Therefore this is equal to R divided by 1.01 R, what is equal to 1 divided by 1.01. R ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 divided by 1.01 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. സിഗ്മ H2 is equal to 1.01 ടൈംസ് സിഗ്മ H1. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ചാണ്. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് സിഗ്മ H2 മൈനസ് സിഗ്മ H1. ഇപ്പൊ എനിക്ക് ചേഞ്ച് കിട്ടി, അതിനെ പെർസെൻറ്റേജ് ചേഞ്ച് ആക്കണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ വാല്യൂ സിഗ്മ H1 ഇൻറ്റു 100%. ഇതാണെന്ത് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ ഞാൻ സിഗ്മ H2 ന് പകരം എന്ത് കൊടുക്കുകയാണ്? 1.01 സിഗ്മ H1 മൈനസ് സിഗ്മ H1 ഡിവൈഡഡ് ബൈ സിഗ്മ H1 ഇൻറ്റു 100% എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇതിൽ സിഗ്മ H1 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സോ 1.01 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 എന്നായിട്ട് മാറും. പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു 1.01 മൈനസ് 1 ബൈ 1 ഇൻറ്റു 100%. ദിസ് ഇസ് ഈക്വൽ ടു 0.01 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100%. ദാറ്റ് ഈസ് 1% എന്ന് വരും. 0.01 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 1 ആണ്. 1% ചേഞ്ച് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊരു പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സുകൾ പറഞ്ഞതുകൊണ്ടാണ് വീഡിയോസ് ഇത്രയും ലെങ്തി ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക എത്രയും ലെങ്തി വേണോ, എത്രയും പോയിന്റ്സ് വേണോ എന്നുള്ളത്. പോയിന്റ്സ് വേണമെങ്കിൽ ഒബ്വിയസ്ലി ലെങ്തി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പീഡൊക്കെ വാരി ചെയ്തുകൊണ്ട് കാണുക ഈ വീഡിയോസ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമന്റ്സിൽ അറിയിച്ചാൽ മാത്രമേ ഇത് ഉപകാരം ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ്സിൽ കൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോസിൽ കാണാം. താങ്ക് യു.